എങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് ആളുകൾ യാത്ര പോയിരുന്നു? പണ്ട് കാലത്ത് എങ്ങനെയാണ് അവർ മക്ക കാണാൻ പോയിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിനു ശേഷം മുതൽ ഇത്രയും കാലഘട്ടം അറിയിച്ചു ഒരു സ്ഥലത്തേക്ക് എല്ലാ ആളുകളും ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് യാത്ര പോകും. ഹജ്ജ് അത്രക്ക് സുഖമുള്ള പരിപാടിയല്ല. കഅബക്കും മക്കയും കാണാൻ പോവാന്ന് പറയുന്നത് ഇന്ന് കാണുന്ന പോലെ അത്ര സുഖമല്ല. ഹജ്ജിന് തീരുമാനം എടുക്കാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ പോയിന്റാണ്. ഹജ്ജിന് തീരുമാനം എടുത്താൽ പിന്നെ ആൾക്കാരൊക്കെ വരും, കാരണം ഇനി കാണുമെന്ന് ഉറപ്പില്ല, പോവാണ്. അപ്പം അതൊരു വലിയൊരു വൈകാരിക നിമിഷമാണ്. ഹജ്ജിന് ഒരാൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ മരണപ്പെട്ടാൽ പിന്നെ തിരിച്ചയക്കലില്ല. വഴിയിൽ വെച്ച് മരണപ്പെടുകയാണെങ്കിൽ അവിടെ മറുകയാണ്. ആ യാത്രയില് ഒരു മരണത്തെ ഇങ്ങനെ മുഖാമുഖം കണ്ടിരുന്നു. പിന്നെ ഇഹ്റാം ശരിക്കും എന്തിനാ സൂചിപ്പിക്കുന്നത്? ഇഹ്റാമിന്റെ ഒരു സാമ്യത കഫം പുടവേനോടാണ്. മരുഭൂമിയിൽ നടക്കണമെങ്കിൽ ആകെ നമുക്ക് വേണ്ടത് ഒന്നൊരു ചെരുപ്പ് വേണം, പിന്നെ കുടയും വേണം. കാരണം ഭയങ്കര വെയിലും നല്ല ചൂടായിരിക്കും മരുഭൂമിക്ക്. പക്ഷെ എന്താ മൂപ്പര് അതുപോലും മൂപ്പർക്ക് ഭാരമായി തോന്നിയതാണ്. മൂപ്പര് അതുപോലും ഉടുത്ത് ഊരിയിട്ടാണ് മൂപ്പര് മക്കയിലേക്ക് നടക്കുന്നത്. ആ അവശതയിൽ മൂപ്പര് മക്കയിലെത്തുന്നു. പക്ഷെ മക്കയിലെത്തുന്നതോട് കൂടിയിട്ട് എൻ്റെ അവശതൊക്കെ മറന്നുപോയിട്ട് മൂപ്പര് അവിടെ നിൽക്കുക. ഇന്ന് ദുൽഹജ്ജ് മാസമാണല്ലോ. അപ്പോൾ നമ്മൾ ഹജ്ജിനെ കുറിച്ച് പറയാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഹജ്ജ്, കഅബ, മക്ക, മദീന ഇതൊക്കെ പറയുന്നത് വിശ്വാസികൾക്കാണെങ്കിലും അല്ലാത്തവർക്കും ഇത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. വിശ്വാസികൾക്കാവട്ടെ ഇത് ഭയങ്കര അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയൊരു കർമ്മം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അത്രയും കൂലിയും പ്രതിഫലമൊക്കെ പടച്ചോൻ പറഞ്ഞിട്ടുള്ള ഒരു സന്ദർഭമാണ്. അപ്പോൾ എന്നാൽ ഈ കഅബയും ഹജ്ജും മക്ക എന്നൊക്കെ പറയുന്നത് ചരിത്രത്തിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇതിനൊക്കെ മുമ്പ് അതത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത, സിഗ്നിഫിക്കൻസ് ഇല്ലാത്ത, പ്രാധാന്യമില്ലാത്ത ഒരു സ്ഥലമായിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഇപ്പോൾ സിൽക്ക് റോഡുകളാവട്ടെ, ഇൻ്റർനാഷണൽ ട്രേഡ് റൂട്ട്സ് ആവട്ടെ, അതൊക്കെ നോക്കിയാലും അതിലൊന്നും അത്ര പ്രാധാന്യമില്ലാത്തൊരു ഏരിയയാണ്. കാരണം അവിടെ വലിയ കൃഷിയോ അങ്ങനെ സാധ്യതകളില്ല, പക്ക മരുഭൂമിയാണ്. ഇപ്പോൾ ഖുറാനിൽ പോലും പറയുന്നുണ്ടല്ലോ, ഇബ്രാഹിം നബി മകനെയും ആജറിനൊക്കെ കൊണ്ടിടുമ്പോൾ ബിവാദിൻ ഗൈരി ദി സറൈൻ ഇൻ ദ ബൈത്തുൽ മുഹറം. അത് സറയില്ല, ഒരു നിലക്കും കൃഷിക്ക് സാധ്യത ഇല്ലാത്ത, സർവൈവ് ചെയ്യാൻ പറ്റും, അങ്ങനെ ആരും അങ്ങനെ വന്ന് താമസിക്കാത്തൊരിടം, അതാണ് മക്ക. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആ മക്ക ഇപ്പോൾ ആളുകൾക്ക് എങ്ങനെയൊക്കെയാണ് വൈകാരികമായിട്ട് ആളുകളുടെ ജീവിതത്തെ തൊടുന്നത് എന്ന് നമുക്കിങ്ങനെ ഓരോ ട്രാവലോഗുകളും വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇഷ്ടംപോലെ ട്രാവലോഗുകളുണ്ട്. ഇപ്പോൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ റസൂലിൻ്റെ കാലം മുതലേ ആളുകൾ അതിനെ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്തുകൊണ്ട് കുറേ പുസ്തകങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ എന്താണ് ഈ രഹിലകൾ, സഞ്ചാര സാഹിത്യങ്ങൾ, അറബിയിലെ രഹിലകൾ എന്ന് പറയുന്ന ഇറങ്ങിയ പുസ്തകങ്ങൾ ഭൂരിഭാഗം ഹജ്ജിലേക്കുള്ള പോക്ക് എങ്ങനെയാണ്, കാബയിലേക്കുള്ള പോക്കായിരിക്കും. സാഫർനാമ എന്ന് പറഞ്ഞിട്ട് പേർഷ്യയിൽ ഇറങ്ങുന്ന പുസ്തകങ്ങൾ, അതൊക്കെ ആ നിലക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത്രയും വൈകാരിക അനുഭവമാണ് ആളുകൾക്കുള്ളത്. എന്നാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വൈകാരികത ഉണ്ടെങ്കിൽ പോലും ഹജ്ജ് അത്രക്ക് സുഖമുള്ള പരിപാടിയല്ല. കഅബക്കും മക്കയും കാണാൻ പോവുക എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന പോലെ അത്ര സുഖമല്ല. ഇന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല എന്താ സുഖമാണ്, ഫ്ലൈറ്റിൽ കയറി പോകുന്ന ഒരു പരിപാടിയുള്ളൂ. പിന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്ന് ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മായിയൊക്കെ ഹജ്ജ് പോയി. അപ്പം അമ്മായിക്ക് നല്ല പ്രായമുണ്ട്. അമ്മായിൻ്റെ കൂടെ ഹജ്ജ് പോകുന്നവരൊക്കെ എന്ത് ചെയ്യുന്നു, നല്ല പ്രായമുള്ളവരാണ്. അപ്പോൾ അമ്മായി ഇങ്ങനെ അപ്പോൾ സംസാരിച്ചു, അമ്മായിക്ക് നടക്കാനൊന്നും പ്രയാസമല്ല. അപ്പോൾ ഇവരൊക്കെ പോകുന്നുണ്ട്, ഇവരൊക്കെ എങ്ങനെയാണ് ഹജ്ജ് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ബേജാറോട് കൂടി പറയുന്നത്. കാരണം അത്രയും വയസ്സുള്ളവർ പോലും ഇത്ര കാലമായിട്ട് ഹജ്ജ് ചെയ്യാൻ കഴിയാത്തവർ അവരുടെ ഒരു അഭിലാഷം എന്നുള്ള പോലെ ഒക്കെ ഹജ്ജ് പോകുന്നുണ്ട്. പക്ഷെ അന്ന് അങ്ങനെയല്ലായിരുന്നു. ഇന്ന് ഹജ്ജ് ഭയങ്കര സുഖമാണ്, അല്ലെ? ഐ മീൻ ആ യാത്ര ഭയങ്കര സുഖമാണ്. ഹജ്ജിനുള്ള പ്രോസസ്സ് ഭയങ്കര പണിയായിരിക്കും, യാത്ര സുഖമാണ്. പക്ഷെ അന്ന് അങ്ങനെയല്ല. ഈ ഹജ്ജ് വൈകുന്ന ഒരു അവസ്ഥ ഉണ്ട് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ ഹജ്ജ് നടക്കുന്നതായിട്ട്. പക്ഷെ നമ്മളിപ്പോ നമ്മള് ട്രാവലുകളൊക്കെ എടുത്തു നോക്കിയാൽ അവരൊക്കെ ചെറുപ്പത്തിൽ ഏറ്റവും നല്ല പോയിന്റിൽ ഹജ്ജിന്റെ യാത്ര ഇത്ര എളുപ്പമുള്ള ഒരു യാത്ര അല്ലേനു പണ്ടത്തെ ഹജ്ജ് എന്ന് പറഞ്ഞാല്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ കുറെ ട്രാവലോഗ് എഴുതിയിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ പണ്ട് കാലത്ത് ട്രാവലോഗുകൾ എഴുതേണ്ട പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ഹജ്ജിന് വരുന്ന ആൾക്കാർക്ക് കുറെ നിർദ്ദേശങ്ങളും ജാഗ്രതകളും കൊടുക്കേണ്ടിയിട്ടാണ്. ഇപ്പം രോഗങ്ങളൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇപ്പം ഇബ്നു ബത്തൂത്ത ആ ടൈമിൽ ഒരു 17ാം നൂറ്റാണ്ടിൽ ഹജ്ജ് ചെയ്ത ആളാണ്. അപ്പം വലിയ യാത്രക്കാരനാണ് ഇബ്നു ബത്തൂത്ത. അപ്പോൾ ഇബ്നു ബത്തൂത്ത ഹജ്ജ് ചെയ്ത് കഴിയുന്നതോട് ഇബ്നു ബത്തൂത്തക്ക് പ്ലാഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഹാജിമാർ ഇങ്ങനെ ഓരോ രോഗങ്ങൾ. അതേപോലെ തന്നെ ജോസഫ് പിറ്റ്സ് പറഞ്ഞിട്ട് ഒരാൾ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഹജ്ജ് പോകുമ്പോൾ ആ ഹജ്ജ് 15 വർഷത്തോളം ഡിലേ ആവണം. എങ്ങനെ 15 വർഷം ഡിലേ ആവുന്നത്? ആ 15 വർഷം മൂപ്പര് ആ യാത്രൻ്റെ ഇടയിൽ
ഒരു സംഘം മൂപ്പരെ കിഡ്നാപ്പ് ചെയ്ത് മൂപ്പര് 15 വർഷം അടിമയായിട്ട് ജീവിക്കും. ഇപ്പൊ ലൂയിസ് ബുക്കാട്ട് മൂപ്പര് പലരും അങ്ങനെ തന്നെ കാലങ്ങളോളം എടുത്തിട്ടാണ് മക്കയിലേക്ക് എത്തുന്നത്. ഇപ്പൊ ലൂയിസ് ബുക്കാട്ടിന്റെ എന്താ ട്രാവലോഗ് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ ലൂയിസ് ബുക്കാട്ട് മക്കയിലേക്ക് വന്ന് ഹജ്ജ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഹജ്ജിലൂടെ മൂപ്പർക്ക് ബാധിച്ച ഒരു രോഗം കാരണം മൂപ്പര് മരണപ്പെടും. അപ്പൊ ഇത് ഹജ്ജ് മക്കയിലേക്കുള്ള പാത എന്ന് പറയുന്നത് ദുഷ്കരമായ ഒരു പാതയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇത്. നമ്മളെത്ര അത് നെയ്വൽ ഓഫ് ദി യൂണിവേഴ്സ് ആണ്, ഇത് ദുനിയാവിന്റെ പുക്കിൾ കൂടിയാന്നൊക്കെ പറഞ്ഞാലും പണ്ട് കാലത്ത് അത് ഒരുപാട് റിസ്ക് എലമെന്റ്സ് ഉള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു സാധനമാണ്, എങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് ആളുകൾ യാത്ര പോയിരുന്നത്. പണ്ട് കാലത്ത് എങ്ങനെയാണ് അവര് മക്ക കാണാൻ പോയിരുന്നത്. പല നിലക്കും ആളുകൾ പോയിരുന്നു. ഇപ്പൊ പൈതൽ ഹജ്ജ് ഭയങ്കര ഫേമസ് ട്രെൻഡാണ്. പൈതൽ ഹജ്ജാണ് റീല്. കർണാടക മറ്റേ ഷിഹാബ് ചോട്ടൂരിന്റെ കഥ പറയുന്നത് ഭയങ്കര രസമാണ്. ഷിഹാബ് ചോട്ടൂര് മെയ് 2022 ഒരു വർഷം എടുത്തിട്ട് 5000 മൈൽ സഞ്ചരിച്ചിട്ടാണ് മൂപ്പര് കേരളത്തിൽ നിന്ന് പോകുന്നത്. കേരളം, അവിടുന്ന് പാകിസ്ഥാന്, ഇറാഖ്, ഇറാൻ, കുവൈത്ത്, സൗദി. അപ്പൊ അങ്ങനെ കടന്നു വന്നിട്ട് ഒരുപാട് ആ യാത്ര അന്ന് സമയത്ത് ഭയങ്കര വൈറലും ട്രെൻഡും ഒക്കെ ആയിരുന്നല്ലോ. അപ്പൊ ആ യാത്രയിൽ അത്ഭുതമാണ്. ഇങ്ങനെ നേരെ കാണുകയാണ് നമ്മളെ ഈ ഒരു കാലഘട്ടത്തിൽ. അങ്ങനെ ഒരു യാത്ര കാണുമ്പോൾ നമ്മളിത് കേട്ടിട്ട് വളരെ പ്രയാസങ്ങൾ കുറഞ്ഞതാണെങ്കിലും ഒരുപാട് ആൾക്കാർ ഈ ഒരു ടൈപ്പ് ഇപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോണ്ട് എന്തൊരു സെന എന്നൊക്കെ പറഞ്ഞിട്ട് ഹിജാബ് കർണാടകത്തെ റീല് കണ്ടിരുന്നു. ഇങ്ങനെ ബാക്കിലും കുറെ ആൾക്കാർ നടന്നു കൊടുക്കുന്നുണ്ട്. ഭയങ്കര അതായത് ഒരു പോകുന്ന ആള് വഴി കൂടെയൊക്കെ ആളുകൾ പോലീസ് എസ്കോർട്ട് വരിക, ആളുകൾ പിന്നാലെ നടക്കുക, അവര് പോകുന്ന വഴികളിലൂടെ പൂക്കൾ ഇട്ട് കൊടുക്കുക. ഭയങ്കര സംഭവമാണിത്. പക്ഷെ പണ്ട് കാലത്ത് എല്ലാ ആളുകളും കപ്പല് കയറിയിട്ട് നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ പോയ ആളുകൾ എടുത്തു നോക്കിയാല് കപ്പല് കയറിയിട്ട് ജീവിക്കോ എന്നുള്ളത് ഒരു ഉറപ്പില്ല. അവിടെ എത്തുമോ എന്നുള്ളത് ഒരു ഉറപ്പില്ലാത്തൊരു കാര്യം. അങ്ങനെയാണ് ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നത്. അതോ സാമ്പത്തികമായിട്ട് ഒക്കെ പ്രയാസമുള്ള സമയത്ത്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. മൊത്തത്തില് ഹജ്ജിനൊരു വൈകാരികത ഉണ്ട്. ഇപ്പം എല്ലാ ഇബാദത്തിനും നമ്മൾ വൈകാരികത ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഈ ട്രാവലോകൾ വായിച്ചു നോക്കുകയാണെങ്കിലും അനുഭവക്കുറിപ്പുകൾ വായിച്ചു നോക്കുകയാണെങ്കിൽ പോലും അതിലൊക്കെ ബാക്കിയുള്ള ഇബാദത്തിൽ നിന്ന് വിട്ടുകൊണ്ട് ഹജ്ജ് ചെയ്തതോടു കൂടിയിട്ട് എന്തോ ഒന്ന് അള്ളാനെ അറിഞ്ഞൊരു ഫീല്, അല്ലെങ്കിൽ ഐമാനികമായിട്ട് വളരെ ഉയർന്നൊരു ഫീല് എല്ലാ ഹാജിമാർക്കും. നമ്മളതിപ്പം യാത്ര വെച്ച് മാത്രമല്ല, മറിച്ച് ഇപ്പോഴത്തെ ആൾക്കാർ ഹജ്ജ് ചെയ്ത ആൾക്കാർ വന്നാൽ പോലും ഓരോ സംസാരത്തിനൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. മൈക്കൽ വോൾഫ് എന്ന് പറയുന്നൊരു ആളുണ്ട് പറയുന്നുണ്ട്, പല ആളുകൾക്കും അവരുടെ യാത്രയുടെ ജീവിതത്തിന്റെ അവസാനം ഒരു സാഫല്യമാണ് ഹജ്ജ് എന്ന് തോന്നാറുണ്ട്. പക്ഷെ മൂപ്പരെ സംബന്ധിച്ചിടത്തോളം മൂപ്പരെ ജീവിതത്തിന്റെ തുടക്കം പല ആളുകളും ഹജ്ജ് ചെയ്തിട്ടാണ് ഇസ്ലാമിക ജീവിതം തുടങ്ങുന്നത്, മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. ആൾക്കാർക്ക് ജീവിതത്തിൽ ഒറ്റവട്ട ഹജ്ജ് എന്ന് വെച്ചാൽ ഒറ്റവട്ടമല്ല നിർബന്ധമുള്ളൂ. അപ്പോൾ ചില ആൾക്കാർ ഒരു വട്ടം ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു വട്ടം മക്കയിൽ പോയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത്രക്കും വൈകാരികമാണ്. ചില ആൾക്കാർ എന്താ വെച്ചാൽ എന്താണ് കുറേയൊക്കെ വയസ്സായിട്ടൊക്കെ ഇക്കാലത്തൊക്കെ എന്താണ് വയസ്സായിട്ടൊക്കെ പോകുന്നത് വെച്ചാൽ ഇതൊരു അവസാന ഒരു അന്ത്യാഭിലാഷം എന്നുള്ളതിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അൾട്ടിമേറ്റ് ലക്ഷ്യസ്ഥാനം. അതായത് നമ്മളറിയില്ല, നമ്മൾ അള്ളാണ് ലക്ഷ്യസ്ഥാനം. അപ്പം അവിടെ ഒന്നുണ്ട്. അതായത് ഞങ്ങളെ വഹി ഇറങ്ങിയ സ്ഥലം, എന്റെ റസൂല് പണിയെടുത്ത പാട്ട് പറയും പോലെ കപ്പലോ വിമാനമോ കടലിട്ട പാലമോ കയറിയൻ കിനാൽ യാത്ര പോകും, കഅബ എന്ന വീട്ടിലെത്തി കഥനമൊക്കെയും നിരത്തി കൽബ് പറിച്ചെന്റെ റബ്ബിനേകും ഞാനൊരു കണ്ണുനീർ തുള്ളി മാത്രം. അത്രയ്ക്കും നമ്മളൊരു അവസാന സാഫല്യാണ് അവിടെ എൻഡ് പോയിന്റ്. അതാണ് ഈ പണ്ടൊക്കെ ഹജ്ജിന് വന്ന ആൾക്കാർ ഹജ്ജിന് തീരുമാനം എടുത്തു എന്ന് പറയുന്നത് കൂടിയിട്ട് പിന്നെ നമ്മളറിയില്ല, നമ്മളിപ്പം പോയിട്ട് എല്ലാവരും കുടുംബക്കാർക്ക് കാണുന്നത് കുറെ മുട്ടായി പിടിക്കല്, കെട്ടിപ്പിടിക്കല്, പുറത്തം ചോദിക്കലാണ്. പക്ഷെങ്കിൽ പണ്ട് ഹജ്ജിന് യാത്ര അയക്കാന്ന് അറിയാൻ തന്നെ ഇപ്പം ഹജ്ജിന് തീരുമാനം എടുക്കാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ പോയിന്റാണ്. ഹജ്ജിന് തീരുമാനം എടുത്താൽ പിന്നെ ആൾക്കാരൊക്കെ വരും, കാരണം ഇനി കാണുമെന്ന് ഉറപ്പില്ല, പോവാണ്. അപ്പം അതൊരു വലിയൊരു വൈകാരിക നിമിഷമാണ്. ഇങ്ങനൊക്കെ വൈകാരികതയാണ്. അപ്പൊ ഇങ്ങനെ ഇതാലോചിച്ച് നോക്കി, റസൂലിന്റെ കൂടെ ഹജ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ ഇപ്പൊ ഒരു വിളംബരം വരികയാണ്, അൽ ഹജ്ജു മാ റസൂലില്ല, അൽ ഹജ്ജു മാ റസൂലില്ല. ആദ്യമായിട്ട് ആളുകൾ ആ ഹജ്ജിന് വേണ്ടിയിട്ട്, കാരണം ഇപ്പൊ റസൂലിന്റെ കാലത്ത് അവര് ആദ്യം ഹജ്ജ് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, പക്ഷെ ആദ്യം ഹുദൈബിയ സന്ധി അവിടുന്ന് തടയാണ്. പിന്നീടാണ് അവര് ഹജ്ജ് ചെയ്യാൻ പോകുന്നത്, ആദ്യമായിട്ട് ഹജ്ജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുശേഷം അവസാന തഹജ്ജത്തുൽ വിദാ, റസൂല് ചെയ്യുന്ന ഒരു ഹജ്ജ്. റസൂലിന്റെ ഹജ്ജിനെ പറ്റിയിട്ടൊരു വലിയൊരു തെറ്റിദ്ധാരണ നമുക്കിടയിലുണ്ട്. നമ്മളെ ഹജ്ജത്തുൽ വിദാനെ പറ്റി എന്താ സാധാരണ പറയല്, റസൂലിന്റെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ്. പക്ഷെ അങ്ങനെയല്ല. റസൂല് ഹജ്ജത്തുൽ വിദാന് മുമ്പും ഒരുപാട് ഹജ്ജുകൾ ചെയ്തിട്ടെന്ന് നമുക്ക് റിപ്പോർട്ട്സിൽ കാണാൻ പറ്റും. കാരണം റസൂല് മക്കയിലാണല്ലോ, അതായത് ഏകദേശം ഒരു 13 വർഷം മക്കയിലാണ് റസൂല് പ്രബോധനം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, അതായത് റസൂലിന് ആദ്യം കഅബിനടുത്ത് പോകുന്ന ഇഷ്ടമല്ല. അതായത് റസൂല് വളർന്നൊരു സമയത്ത്
റസൂലിന് കഅബയുടെ അടുത്തേക്ക് പോകുന്ന ഇഷ്ടമല്ല. കാരണം എന്താ, അന്ന് കഅബ എന്ന് പറഞ്ഞാല് കുറെ വിഗ്രഹങ്ങള്, പിന്നെ അന്ന് ഖുറൈശികളുടെ ഹജ്ജ് എന്ന് പറഞ്ഞാല് തീർത്തും നെഗ്നൈറ്റൊക്കെ തവാഫ് ചെയ്യുക, ആകെ വെറുപ്പേന്. ഇപ്പൊ റസൂലിന്റെ ഒരു പ്രകൃതി വെച്ചിട്ട് റസൂലിന് കഅബയിൽ പോകുന്ന ഇഷ്ടമല്ലേന് പണ്ട്. പിന്നെയാണ് 40-ാം വയസ്സിൽ എന്ത് ചെയ്യുന്നത്, റസൂലിന് നുബൂവത്ത് കിട്ടുന്നത്. നുബൂവത്ത് കിട്ടിയതിനു ശേഷം റസൂലിന് മനസ്സിലായി കഅബന്റെ പ്രാധാന്യം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ സ്വപ്നം, ഇതൊക്കെ റസൂലിന് ബോധ്യായി. അതിൽ ജുബൈർ ബിൻ മുത്തഇം, പിന്നീട് സ്വഹാബി, വളരെ ലേറ്റ് ആയിട്ട് സ്വഹാബിയായ ഒരു മനുഷ്യനാണ്. മൂപ്പര് ചെയ്യുന്ന ഒരു റിപ്പോർട്ടുണ്ട്. അതായത് ഒരിക്കലും അയാൾ ഹജ്ജിനേക്ക് വരുമ്പോൾ, പിന്നീട് സ്വഹാബിയായി, ഹജ്ജിനേക്ക് വരുമ്പോൾ ഒരു ഒട്ടകം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഒട്ടകത്തിന് തിരഞ്ഞു പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കുന്നു. അറഫാന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അറഫനെ പറ്റി എല്ലാവരും പറയും ഭയങ്കര അറ്റ്മോസ്ഫിയറെ പോക്കാണ്, അതായത് ഇവിടെ നിൽക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. അതുകൊണ്ട് തന്നെ ഖുറൈശികളുടെ ഹജ്ജിൽ അറഫയിൽ നിൽക്കലില്ലേ, അതിന് അല്ലെങ്കിൽ വളരെ ലോക്കൽസ്, അതായത് ഖുറൈശികൾ പുറത്തുനിന്ന് വന്നവരെ മാത്രം ഹജ്ജിലേക്ക് വിട്ടിട്ട് അവര് മക്കയിൽ തന്നെ അതായത് അറഫയില് ഖുറൈശികൾ പറ്റൂല. പക്ഷെ ജുബൈർ ബിൻ മുത്തൈം ഇങ്ങനെ നബി അറഫയിൽ നിൽക്കുന്നതായിട്ട് കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് പറയുന്നുണ്ട്, നബി ഹിജ്റക്ക് മുമ്പ് 2 ഹജ്ജ് എന്തായാലും ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പുള്ളൊരു റിപ്പോർട്ടും ഉണ്ട്. ഇതൊക്കെ വെച്ച് പണ്ഡിതന്മാർ പറയുന്നത് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ ചെയ്യുന്നതിന്റെ മുമ്പ് എല്ലാ വർഷവും ഹജ്ജ് ചെയ്തിട്ടുണ്ട്. കാരണം ഖുറൈശികൾ ഒരിക്കലും ഹജ്ജ് തടയൂല. ഇപ്പൊ നബിയുടെ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മക്ക കാലഘട്ടത്തിൽ ഹജ്ജ് ചെയ്തിരുന്നു നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് കാണാൻ പറ്റും. പലപ്പോഴും നമ്മൾ അറിയാം ഹജ്ജത്തിൽ ഇതാണ് നബീന്റെ ആദ്യത്തെ ഹജ്ജ്, പക്ഷെ നമ്മളത് അങ്ങനത്തെ ഒരു യാത്ര നമുക്ക് സെൻസിൽ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു വന്നത്. പക്ഷെ മറ്റേതൊക്കെ ഹിജ്റക്ക് മുമ്പാണ്. ഹിജ്റക്ക് ശേഷം വിശ്വാസികൾ അത്രയും 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അതായത് റസൂല് 10-ാം വർഷം, ഹിജ്റയുടെ 10-ാം വർഷം ഹജ്ജിന് വേണ്ടി ഈ വർഷം റസൂല് ഹജ്ജിന് പോവാണ്. ഇന്ന് വിളംബരം വന്നോട് കൂടിയിട്ട് ആളുകൾ ദുൽഖഅദാവുന്നതിന് മുമ്പ് തന്നെ ആളുകൾ മദീനയ്ക്ക് വരികയാണ്. എല്ലാവരും മദീനയ്ക്ക് വന്ന് കാരണം റസൂലിന്റെ കൂടെ ഒരു ഹജ്ജ് ഇട്ടാ പറയുന്നത് അത്രയും ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആണ്. അതും പല സ്വഹാബികളും റസൂലിനെ ഇന്നേരെ കണ്ടില്ല, പല ദൂര ദിക്കുകളിലുള്ള മനുഷ്യന്മാരാണ്. അപ്പൊ അവർക്ക് റസൂലിനെ കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. അതായത് ആ ഹജ്ജിന്റെ ആ സന്ദർഭമാണ് റസൂല്, അല്ലെങ്കിൽ അറഫയിൽ റസൂല് നിൽക്കുമ്പോഴാണ് അത്രയും സ്വഹാബാക്കൾ റസൂൽ ഒരുമിച്ച് കാണും. അല്ലെങ്കിൽ എന്താ ഏറ്റവും കൂടുതൽ സ്വഹാബികൾ ആയി മാറുന്നത് ആ സന്ദർഭത്തിലാണ്. അതായത് സ്വഹാബി ആവണമെങ്കിൽ റസൂലിനെ കാണണമെന്നാണല്ലോ. റസൂലിനെ അതുവരെ കാണാത്ത ആളുകൾ കാണാൻ, അതായത് റസൂലിന്റെ കൂടെ ആ വർഷം ഹജ്ജ് ചെയ്യാൻ 1,44,000 ആളുകൾ. ആ സംഭവം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആവേശമാണ്. 1,00,000-ൽ പരം സഹാബാക്കൾ ഒരുമിച്ച് കൂടി അറഫ മൈതാനിയിൽ, ആ 1000 ലക്ഷക്കണക്കിന് വരുന്ന സഹാബാക്കള് നാനാദിക്കുകളിലേക്ക് അറഫ കഴിഞ്ഞിട്ട് പോവാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ആവേശം കയറും. ആ ഹദീസ് വലിയൊരു ഹദീസാണ്. ജാബിർ ബിൻ അബ്ദുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഹദീസിൽ ഇങ്ങനെ ജാബിർ പറയുന്നുണ്ട്, റസൂൽ ഞങ്ങളുടെ കൂടെ തന്നെ ഇഹ്റാം കെട്ടിയിട്ടാണ് പോകുന്നത്. ആ ഒരു യാത്ര ആലോചിച്ച് നോക്കി, മക്കയിൽ നിന്ന് മദീനയ്ക്ക് 4 ദിവസം എടുത്തിട്ട് ഒരു യാത്ര ചെയ്യണം. അപ്പൊ റസൂൽ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ജാബിർ ഇങ്ങനെ നോക്കുകയാണ്, റസൂലിന്റെ കസ്വ ഒട്ടകത്തിലാണുള്ളത്. അപ്പോൾ ബാക്ക് നോക്കുന്നു, അവിടെയും സ്വഹാബാക്കൾ, ഇവിടെ നോക്കുന്നു, ഇവിടെയും സ്വഹാബാക്കൾ, മുമ്പോട്ട് നോക്കുന്നു, അവിടെ ആളുകൾ, ഇവിടെ എല്ലാം ഒരു കടല് പോലെ ആളുകൾ ഇങ്ങനെ തൽബിയത്തൊല്ലിയാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അങ്ങനെ പോകും. അതാണ് ഫസ്റ്റ് ഹജ്ജ് അനുഭവം. അവിടുന്നാണ് പിന്നെ ബാക്കി നമ്മൾ എന്ത് ഹജ്ജ് അനുഭവം വന്നാലും അതിൻ്റെ അപ്പുറത്തേക്കാണ്, അതിൻ്റെ ശേഷമാണ് ബാക്കി എല്ലാം വരുന്നത്. അപ്പം ഇതാണ് ഫസ്റ്റ്. എനിക്ക് തോന്നുന്നു 2 രീതിയിലൊരു ഹജ്ജ് അനുഭവം ഉണ്ടെന്ന് തോന്നുന്നത്. അതായത് എഴുത്തുകളിൽ പോലും ഒന്ന് ഇതിനെ എന്താ പറയുക, ഒരു മതപരമായിട്ട് കാണുന്ന ഒരു ഹജ്ജ് എഴുത്തുകളും, രണ്ടാമത്തത് ഇതിന്റെ ഒരു ലിറ്ററേച്ചർ രീതിയിൽ മാത്രം കാണുന്ന യാത്രാനുഭവം. പോലും അങ്ങനെ തോന്നുന്നുണ്ട്. ട്രാവലോകൾ ഇപ്പം ഒന്ന് ഹജ്ജിന് അനുഭവിച്ച കുറെ സാധനങ്ങൾ, അതായിരിക്കും ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഹജ്ജിന് അനുഭവിച്ചു ഇപ്പോൾ കഅബ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീല്, സെറിയ ഓടുമ്പോൾ കിട്ടുന്നൊരു ഫീല്, ഹജറ ബീവി, അതേപോലെ തന്നെ മദീനയിലേക്ക് പോകുമ്പോൾ റൗള ഷെരീഫ് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭൂതി. ഇങ്ങനെ ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ഇസ്ലാമിക കൾച്ചറിന്റെ ഒരു ഓർമ്മ, ഇതൊക്കെ ചില അനുഭൂതിയാണ്. ഒന്നാമത്തെ ടൈപ്പ് ഓർമ്മകൾ ഉണ്ടാവും. ഇപ്പം മൈക്കിൾ വൂൾഫിന്റെ ആ ഒരു യാത്രാക്കുറിപ്പൊക്കെ ഉണ്ട്. അതിലൊക്കെ പ്രധാനമായിട്ടുള്ളത് യാത്ര വരുന്നില്ല, മറിച്ച് ഹജ്ജിൽ മൂപ്പര് ഫീൽ ചെയ്ത കുറെ, അതായത് ഹറമെന്ന് നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതിയൊക്കെയാണ് മൂപ്പരയിൽ പറയുന്നത്. നേരെ മറിച്ച് പണ്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുക, നേരത്തെ പറഞ്ഞാൽ തന്നെ ആ യാത്രേൻ്റെ കുറേ ട്രാവലുകളാണ്. ഒരാ ലക്ഷ്യസ്ഥാനം കിനാവ് അതൊന്ന് പൂർത്തീകരിക്കണ്ടിട്ട് അവിടെ എത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഇടയിൽ നേരിട്ട കുറേ പ്രയാസങ്ങൾ, അതൊക്കെയാണ് ഈ പണ്ടത്തെ ട്രാവലോഗുകൾ നമുക്ക് അധികമായിട്ടും. അതിൽ വേറെ 2 ഡിസ്റ്റിങ്ഷൻസ് കൊടുക്കാൻ തോന്നുന്നു. ഇപ്പോൾ ചില ലൂയിസ് ബുക്കാട്ടിൻ്റെയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ട്രാവലോഗ് ഭയങ്കര സ്പെസിഫിക് ആയിരിക്കും. അതായത് മക്കയുടെ നീളം എന്ന് പറഞ്ഞ് ഇത്രയാണ്, അത് ഇത്ര ചാണുണ്ട്,
അവിടെ നിന്ന് ഇങ്ങനെയാണ്, ഇങ്ങനെ കുറേ ഫാക്ച്വൽ ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ് പറയുക. പക്ഷെ ചില മുസ്ലിങ്ങളായിട്ടുള്ള ട്രാവലേഴ്സ് പോകുമ്പോൾ അതിന് ഭയങ്കര റൊമാൻറ്റിസൈസ്, ഇങ്ങനെ അളവിനും തൂക്കത്തിനൊന്നും ഒരു വിലല്ല അങ്ങനെ. ഈ മൈക്കിൾ വുൾഫ് ഈ കാര്യം പറയുന്നുണ്ട്. ഹറമിലെ തൂണ് എണ്ണ നോക്കി എത്ര തൂണുണ്ട് എന്നുള്ളത്, ഒരു 2-3 തൂണെണ്ണുമ്പോഴത്തേക്ക് തന്നെ മൈക്കിൾ വുൾഫ് പിന്നെ മറന്നു, കാരണം ഹറമിന്റെ ആ ഒരു ഇതിൽ മുഴുകി പോയിട്ടുണ്ടാവും. പക്ഷെ നേരെ മറിച്ച് ഈ ബുക്കാട്ട് ഇബ്നു ബത്തൂത്തി തമ്മിൽ തർക്കമുണ്ട്. 500 അങ്ങനെയല്ല, നേരിട്ടുള്ളതല്ല, ഒരാൾ പറഞ്ഞത് 505 തൂണുകളാണുള്ളത്, മറ്റൊരാൾ 503 തൂണേ ഉള്ളൂ. അപ്പൊ ബേസിക്കലി പല മുസ്ലിങ്ങൾക്ക് ഇത് പറ്റില്ല, കാരണം ഒരു റൊമാൻറ്റിസൈസ് ആയി പോവാണ്. അങ്ങനെ മെറ്റീരിയൽ ഇവർക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. തൂണോ, എന്ത് തൂണ്, അടിച്ചു കയറി എടുത്താണ്. ഈ ഒരു പുസ്തകമുണ്ട്, മൈക്കിൾ വോൾഫിനെ ക്രോഡീകരിച്ച ഒരു പുസ്തകമാണ് 1000 റോഡ്സ് ടു മക്ക എന്ന് പറഞ്ഞിട്ട്. അടിപൊളി പുസ്തകം. ആ പുസ്തകത്തിൽ പണ്ട് മുതൽ മിഡീവൽ പീരീഡ് മുതൽ യാത്ര ചെയ്തിട്ടുള്ള ആളുകളെ വെച്ച് ഇങ്ങനെ കഥ ഇങ്ങനെ മുന്നോട്ട് പോകണം. ഈ 2001 വരെയുള്ള പല ട്രാവലോഗുകളും കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു പുസ്തകമാണ് ആ പുസ്തകം. ആ പുസ്തകത്തിൽ ഒരുപാട് ആളുകളുടെ ട്രാവലോഗുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എനിക്കിപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഇബ്നു ബത്തൂത്തനെ കുറിച്ച്, ഇബ്നു ബത്തൂത്തൊക്കെ ഇത് എണ്ണി കറക്റ്റ് തിട്ടപ്പെടുത്തി പറയുന്നുണ്ടല്ലോ. ഇബ്നു ബത്തൂത്ത ഒരു സാധനം പറയുന്നുണ്ട് മക്കനെ കുറിച്ച്, കാബനെ കുറിച്ച്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഈ കാബന്റെ മുകളിൽ കൂടി പ്രാവുകൾ പറന്നൂല. വിമാനം പറക്കൂല. അതെ അതെ, ഇത് ഇബ്നു ബത്തൂത്ത പറയുന്നതാണ്. കാബ മൂപ്പര് കണ്ടിട്ട് മൂപ്പര് വളരെ ആക്ച്വലി പറയണം, മക്കനെ മുകളിൽ കൂടി പ്രാവുകൾ പറന്നൂല. അഥവാ പറക്കുകയാണെങ്കിൽ അതിന് രോഗമുള്ള പ്രാവുകളായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യും, പറന്നിട്ട് കാബന്റെ മുകളിൽ വന്നിരിക്കുന്നത്, അതിന്റെ രോഗം പോയിട്ട് അത് അവിടെ നിന്ന് തിരിച്ചു പോകും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പറവ വന്നു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ചത്തു കൊടുക്കുന്ന പറയാ. ഇനി അഥവാ വല്ല പ്രാവ് പോവാണെങ്കിൽ ആ അറമിന്റെ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഡൈവേർട്ട് ചെയ്തിട്ടാ പോവാ. ഇതെന്തോ ഒരു പ്രശ്നമുണ്ട്. ഒന്നാമത്തെ പ്രശ്നം നബി പറഞ്ഞിനി ഇപ്പൊ ഉള്ള കഅബ ശരിക്കുള്ള കഅബ അല്ലാന്ന് നബി പറയുന്നുണ്ട്. അതായത് ഖുറൈശികളുടെ സമയത്ത് ഒരു വലിയൊരു വെള്ളപ്പൊക്കം വന്നിട്ട് പിന്നെ ഏതോ സ്ത്രീ എന്തോന്ന് കാണിച്ചു കൂട്ടിയപ്പം കഅബ ഒരു വലിയൊരു ഭാഗം നശിച്ചു പോയിന്. അങ്ങനെ ഖുറൈശികൾ ഇത് പുതുക്കി പണിയുന്നുണ്ട്. അപ്പം ഖുറൈശികൾ ഇത് പുതുക്കി പണിതപ്പോൾ ഖുറൈശികൾക്ക് ഭയങ്കര പേടി. കാരണം അബ്രഹത്ത് വന്നിട്ട് ഇത് എന്തോ നശിപ്പിക്കാൻ നോക്കുമ്പോഴാണല്ലോ അബ്രഹത്ത് നശിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ കഅബമേൽ കൈവെക്കാൻ എല്ലാവർക്കും പേടി. അങ്ങനെ അവസാനം എല്ലാവരും തീരുമാനിച്ചു നമുക്ക് കഅബ നന്നാക്കാനാണെന്ന് വിചാരിച്ച് എല്ലാവരും കൂടി പണിയെടുത്ത് ഞങ്ങളൊരു തീരുമാനം എടുത്ത്, കഅബ ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഹറാമായിട്ടുള്ള പൈസ നമ്മൾ ഉപയോഗിക്കേണ്ട, ഹലാലായിട്ടുള്ള പൈസ ഉപയോഗിക്കാം. പക്ഷേ ഓരോരുത്തർ ഹലാലായിട്ടുള്ള പൈസ വളരെ കുറച്ചേ ഉണ്ടായുള്ളൂ. കച്ചവടം, ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ, പലിശ, ഇതൊന്നുമില്ല. ഒരിക്കറിയാം, ഒരാളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവില്ല ഇത് ചീത്തയാണ്, പഠിച്ചവൻ പറഞ്ഞില്ലെങ്കിലും ഇത് ചീത്തയാണ്, ഇതാണെന്നൊക്കെ. അങ്ങനെ ഒരു തീരുമാനിച്ചിട്ട് കുറേശ്ശെ എല്ലാവരും ചേർന്നിട്ട് കഅബ പുതുക്കി പണിത്. പക്ഷെ പകുതി എത്തുമ്പോഴത്തേക്ക് പൈസ കയറുന്നേ. അങ്ങനെ എന്താക്കി, കഅബ സ്ക്വയർ ആക്കി, ക്യൂബ് ഷേപ്പ് ആക്കി. നബി പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ ഉണ്ടാക്കിയപ്പോൾ, അത് കഅബ പണിതപ്പോൾ റെക്ടാങ്കിൾ ഷേപ്പിലായിരുന്നു. ഖുറൈശികൾ എന്തായിരുന്നു അത് തെറ്റായിട്ടാണ് ഉണ്ടാക്കിയുള്ളതെന്നൊരു നരേഷൻ ആയിഷ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറവ എങ്ങനെ പരിഗണിക്കുക, ക്യൂബാണോ അതോ റെക്ടാങ്കിൾ ആണോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. അതിനുശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഇത് പുതുക്കി പണിയുന്നുണ്ട്. അതൊരു സാധനമുണ്ട്. അതായത് കഅബയും ഹറമും ഒരിക്കലും പഴയതാവില്ല. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വരുന്ന വെള്ളപ്പൊക്കങ്ങൾ, പിന്നെ പെട്ടെന്ന് വരുന്ന ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇതെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇത് പുതുക്കി പണിതുകൊണ്ടേയിരിക്കണം. അടുത്തോരും ഹറം പുതുക്കി പണിതാണ്. ഒട്ടോമൻ ഉസ്മാനിയ ഖിലാഫത്തിന്റെ സമയത്തും ഇത് പുതുക്കി പണിതിട്ടുണ്ട്. അപ്പൊ കഅബ എപ്പോഴും ഇപ്പോ അബ്ബാസി കാലഘട്ടത്തിലാണോ അതോ മഹദി അബ്ബാസി മഹദീന്റെ കാലത്താണോ എനിക്ക് ഓർമ്മയില്ല. അവര് ഇത് റസൂൽ അന്ന് പുതുക്കി പണിയാൻ ആയിഷ ബീവി ചോദിക്കുന്നുണ്ടല്ലോ, ഇത് ശരിക്കല്ലെങ്കിൽ ഇന്ന് അങ്ങക്ക് ഇത് ശരിക്ക് പണിതൂടെ? അപ്പൊ റസൂൽ എന്താ പറയുന്നത്, ഞാൻ അത് ശരിക്കും പണിത് കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ, കാരണം കഅബ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് അതിൻ്റെ മുമ്പേ ആളുകൾക്ക് അത്രയും വലിയ കാര്യമാണല്ലോ. ഇപ്പോൾ റസൂലണ്ട് വന്നു, മക്ക പിടിച്ചടക്കി, എന്നിട്ട് ആദ്യം തന്നെ ചെയ്യുന്നത് കഅബണ്ട് പൊളിക്കുന്നതാണെങ്കിൽ എന്താ ഉണ്ടാവുക, പ്രശ്നം. അതുകൊണ്ട് റസൂല് ചെയ്യാതിരിക്കുന്നു. പക്ഷെ പിൽക്കാലത്ത് അതിനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുണ്ട്. പക്ഷെ ഹജ്ജാജ് ബിൻ യൂസുഫ് കൊന്നിട്ടും അത് തിരിച്ച് അതേപോലെ പുതുക്കി എന്നൊക്കെ ഇങ്ങനെ ചരിത്രങ്ങളിൽ കാണാം. അപ്പോൾ അതിൻ്റെ ഒരു കഅബൻ്റെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ 1000 റോഡ്സ് ടു മക്ക, അതിൽ ഒരു കഥ പറയുന്നുണ്ട്, നാസർ അൽ ഖുസ്രുവിന്റെ കഥ. നാസർ അൽ ഖുസ്രു എന്ന് പറഞ്ഞാൽ ഒരു പേർഷ്യൻ
അല്ല പേർഷ്യക്കാരനാണ്. മൂപ്പര് പേർഷ്യക്കാരനാണ്. മൂപ്പര് ഒരു പക്ക കള്ളുടിയന്. കള്ളുടിയൻ എന്ന് പറഞ്ഞാൽ മൂപ്പര് അങ്ങനെ കൃത്യമായിട്ട് ഇസ്ലാമിക് ലൈഫൊന്നും കൊണ്ടടക്കാത്ത, എന്നാൽ അത്യാവശ്യം യാത്രയൊക്കെ ചെയ്ത് ഭയങ്കര ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. മൂപ്പര് ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാനിലുള്ള ഒരു ജുസ്ജന എന്നുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു ദിവസം മൂപ്പര് സ്വപ്നം കണ്ട്. സ്വപ്നത്തിൽ ഒരാൾ വന്നിട്ട് അയാളോട് ചോദിക്കുകയാണ്, ഈ എന്തിനാ അങ്ങനെ കള്ളൊക്കെ കുടിച്ച് നടക്കുന്നത്? അപ്പോൾ പറഞ്ഞ് എനിക്കെൻ്റെ വിഷമം ഭയങ്കര സങ്കടമാണ്, ആ സങ്കടം ഡിപ്രഷനൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കള്ളുടിക്കുന്നത്. അപ്പോൾ ആ രൂപം അയാൾ സ്വപ്നത്തിൽ ഇയാളോട് പറയും, അപ്പോൾ വിഷമം മാറാൻ അന്തം കേടല്ല വേണ്ടത്, അതിന് കുറച്ചും കൂടി ജ്ഞാനവും യുക്തിയൊക്കെ ഉണ്ടായിക്കൊണ്ട് കുറച്ചും കൂടി വിസ്ഡം ഉണ്ടാവുക, അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാലാണ് നമുക്കിതിന്ന് മറികടക്കാനാവുള്ളൂ പറയും. അപ്പോൾ ഇയാൾ ചോദിക്കും, എവിടുന്നാണ് എനിക്ക് ഇങ്ങനെ വിസ്ഡം കിട്ടുക, എങ്ങനെയാണ് എനിക്ക് വിസ്ഡം കിട്ടുക? അപ്പോൾ ആ രൂപം എന്ത് ചെയ്യും, കിബിലക്ക് നേരെ ഇങ്ങനെ കൈ കാണിക്കും. അപ്പോൾ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും. അപ്പോൾ മനസ്സിലാവും, നാസർ ഖുസ്രുവിന് മനസ്സിലാവും ഇത് സ്വപ്നമായിരുന്നു. പക്ഷെ അയാൾക്ക് ആ ഒറ്റ സ്വപ്നം എന്ത് ചെയ്തു, അയാളുടെ ജീവിതത്തെ ഭയങ്കര മാറ്റിമറിച്ചു. അവിടുന്ന് തന്നെ മൂപ്പര് എന്ത് ചെയ്ത് തിരിച്ച് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ മൂപ്പർക്ക് അങ്ങനെ ഒരു സ്വപ്നം കണ്ട് അത്രയും കാലം അരാജകവാദിയായിട്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ അവിടുന്ന് ഹജ്ജിന് പോവാണ്. അതാണ് മൂപ്പരുടെ മക്കയിലേക്കുള്ള യാത്ര. അപ്പോൾ ഈ യാത്ര വെച്ചിട്ടാണ് ആ പുസ്തകം തുടങ്ങുന്നത്, മക്കയിലേക്കുള്ള യാത്ര, മക്കയിലേക്കുള്ള പാത. അത് മുഹമ്മദ് ഇത് ഈ ഒരു പോയിന്റില്ലേ, ഇപ്പം നമ്മളിപ്പോൾ പലരും മക്ക എന്നുള്ളതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് എല്ലാവരും കൺസെപ്റ്റ് ഉള്ളത്. പക്ഷെ പണ്ടത്തെ ട്രാവലോഗുകളും ഇതേപോലത്തെ അനുഭവക്കുറിപ്പുകളും പരിശോധിച്ച് നോക്കുമ്പോൾ പലരും മക്കയിലേക്ക് പോകുന്നത് വിസ്ഡം, ജ്ഞാനം നേടേണ്ടിയിട്ടാണ്. ഇപ്പം പല പണ്ഡിതന്മാരെ പറ്റി പോലെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു മക്കയിൽ പോയിട്ട് കുറേ കാലം കഴിഞ്ഞ്, ഇപ്പോൾ ഇമാം ഷാഫി റഹിമുള്ള മക്കയിൽ പോയിട്ട് ഒരുപാട് കാലം താമസിച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ടുണ്ട്. അപ്പം നമ്മളെ നാട്ടിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഹാജി സാഹിബ് എല്ലാവരും മക്കയിലേക്ക് ഒരു വിസ്ഡം തേടിയിട്ടുള്ള ഒരു യാത്ര. സ്വപ്നം കണ്ടിട്ട് പോയത് അതുപോലെ തന്നെയാണ് ചേരമാൻ പെരുമാൾ പോകുന്നത്. എന്ന് വെച്ചാല് എന്താണ് ചന്ദ്രൻ പിളർക്കുന്ന കണ്ടിട്ട് അങ്ങനെ ആദം മലയിലേക്ക് വരുന്ന ആൾക്കാരോട് ചോദിച്ച് ആ കഥ വിശദീകരിച്ച് വരണം തോന്നുന്നു. അതായത് ചേരമാൻ പെരുമാൾ പറഞ്ഞാല് ചേര സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു. ചേര എന്ന് പറഞ്ഞാല് അന്ന് ചോള, ചേര, പാണ്ഡ്യർ മൂന്നെണ്ണാണല്ലോ. അതിൽ തന്നെ വെസ്റ്റേൺ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് വെസ്റ്റേൺ പാർട്ട്, അതായത് ഇന്നത്തെ കേരളം മലബാർ ഏരിയയിലാണ് അവിടുത്തെ രാജാവ് എന്ന് ചേരമാൻ പെരുമാൾ. മൂപ്പര് ഒരു ദിവസം രാത്രി ഇങ്ങനെ നിൽക്കുമ്പോൾ ആണ് ഈ സാധനം കാണുന്നത്. പെട്ടെന്ന് ചന്ദ്രണ്ട് പിളർന്ന് പിന്നെ അതേപോലെ തന്നെ പഴയ പോലെ ആവുന്നു. മൂപ്പരാകെ അത്ഭുതപ്പെട്ടു. ആ ചന്ദ്രൻ പിളർന്ന് ഇത് പറയുന്ന കേട്ടോ, ഇത് മൺസൂൺ ഇസ്ലാമില് സെബാസ്റ്റ്യൻ ബ്രാങ്ക് പറയുന്ന കഥയാണ്. ചേരമാന്റെ കഥ എങ്ങനെയാണ് ഇസ്ലാം കേരളത്തിലേക്ക് എത്തി പറയുന്ന കഥയാണ്. അപ്പൊ അതില് എന്താണ് ചന്ദ്രൻ പിളരുന്നത് കാണുന്നുണ്ട്. അപ്പൊ മൂപ്പരടുത്തുള്ള ജ്യോതിഷന്മാരോടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ സംഭവം, ഇതെങ്ങനെയായത്? അപ്പോൾ ജ്യോതിഷന്മാർക്കൊന്നും ഒരു മറുപടി എടുക്കാനാവുന്നില്ല. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, കേരളം എന്ന് പറയുന്നത് അന്നത്തെ ഒരു ചോള സാമ്രാജ്യം എന്ന് പറയുന്നത് ഒരു പെപ്പർ, അതായത് കുരുമുളകിന്റെ ഏരിയ. പണ്ട് മുതലേ കേരളം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് തന്നെ സ്പൈസസിന് മോണോപോളി ഉള്ള ഏരിയ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ജൂയിഷ് ആയിട്ടുള്ള ക്രിസ്ത്യാനികളും ജൂതന്മാരായിട്ടുള്ള യാത്രക്കാർ ഈ ഏരിയന്ന് അതായത് അറേബ്യൻ ഏരിയന്ന് ഇങ്ങോട്ട് കച്ചവടത്തിന് വരികയാണ്. അപ്പൊ അവരെന്ത് ചെയ്തു, ഇവരുടെ സംസാരത്തിന്റെ ഇടയിൽ, കുശലാന്വേഷണത്തിന്റെ ഇടയിൽ ചേരമാൻ പെരുമാളിനോട് ഈ കഥ പറഞ്ഞു. അതായത് ഇപ്പൊ മക്കയിൽ ഒരാൾ വന്നിട്ടുണ്ട്, ഓന്റെ പേര് മുഹമ്മദ് എന്നാണ്. അയാളിങ്ങനെ ആളുകളെ ദീനിൽ നിന്നൊക്കെ വിട്ടു മാറ്റിയിട്ട് ഇങ്ങനെ അതാക്കണം, അങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചേരമാൻ പെരുമാൾ ഒരു സ്വപ്നം കണ്ടിരുന്നു. അതായത് ഈ ചന്ദ്രൻ പിളർന്നു എന്ന് കണ്ടത് അതൊരു മുഅ്ജിസത്താണ്. അത് മക്കയിലൊരു മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഒരു മോചിസത്തായിട്ട് വന്ന സാധനമാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇയാള് കേൾക്കണത് എന്താ, മുഹമ്മദ് പറഞ്ഞ ഒരാള് പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞിട്ടാ കേൾക്കുന്നത്. അപ്പൊ ഇയാൾക്കാകെ അതിന്റെ വേറെ നരേഷൻ വെച്ചാല് ആദം മലയിലേക്ക് പോകുന്ന കുറച്ച് അതിനുശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അതിന് കുറച്ച് കാലം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, മുസ്ലിങ്ങളായിട്ടുള്ള കുറച്ച് യാത്രക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ മൂപ്പര് അവരൊക്കെ ആദംമല കാണാൻ, ആദംമല പറഞ്ഞ ഇന്നത്തെ ശ്രീലങ്കയിലുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ പോണ വഴിക്കാണ് ഇവിടെ ഇറങ്ങുന്നത്, ചേരമാൻ പെരുമാളിനെ കാണണം. അപ്പോൾ അവരോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഞങ്ങൾ ഇസ്ലാം എന്താണോ മുഹമ്മദ് എന്താണോ ഒക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോഴും മുഹമ്മദ് നബി ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ സമയത്താണ് പോകുന്നത്. അപ്പോൾ ഇയാൾക്കാകെ അത്ഭുതമായി. ഇയാളപ്പം തന്നെ എന്ത് ചെയ്തു, അയാളുടെ രാജ്യം തൻ്റെ സഹോദരന്മാർക്കിടയിലൊക്കെ വിഭജിച്ചു കൊടുത്ത് അവരോട് പറയാണ്. വളരെ രഹസ്യമായിട്ട് പറയുന്നുണ്ട്. എന്ന് വെച്ചാല്
ആൾക്കാർ ആരോട് പറയുന്നില്ല. ഇത് എന്താണ് എല്ലാവരോടും പറയുന്നത് വെച്ചാൽ ഞാൻ 12 ദിവസം ധ്യാനത്തിലാന്നുള്ള ഇതിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാന്നുള്ളത്. എന്നിട്ട് അങ്ങനെ ആരും അറിയാതെ എന്നിട്ട് കണ്ണൂരില് സ്ഥലമുണ്ട്, അദ്ദേഹത്തിന്റെ പെങ്ങളായിട്ട് താമസിക്കുന്ന സ്ഥലമുണ്ട്, ഏഴുമല. അറക്കൽ ബീവി. അതിന് ശേഷം എന്നിട്ട് തിരിച്ചു. അപ്പോൾ അവിടെ കോഹിനൂർ രാജകുമാരനുണ്ട്. കോഹിനൂർ രാജകുമാരനെ കൂട്ടിയിട്ട് ഇവർ തിരിച്ചു വരുന്ന ഇവിടെ ഈ പോർട്ടിലാണ്. എന്നിട്ട് അങ്ങനെ ഇവിടുന്ന് എന്താണ് ആരും അറിയാണ്ട് പോകുന്നത്. അതായത് ആദമല കണ്ടുവന്ന തീർത്ഥാടകർ തിരിച്ചു വരുമ്പോൾ ഇയാൾ പറയുന്നത് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ അടുത്തേക്ക് വരണം. അങ്ങനെ അവർ വന്നപ്പോൾ അവരുടെ കൂടെ കയറി റസൂലിനെ കണ്ടു, അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചു. റസൂലിന്റെ അടുക്കൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരൻ ഈ ഭാഗത്തു നിന്നുള്ള അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും കൃത്യമായ തെളിവുകളില്ല. പക്ഷെ ഈ പുസ്തകത്തിൽ ഇങ്ങനെ ഇസ്ലാം എങ്ങനെ കടന്നു വന്നത് മൺസൂൺ ഇസ്ലാം പറഞ്ഞ പുസ്തകത്തിൽ ഈ കഥ പറയും. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഇത് വേറെ റിപ്പോർട്ട് പറഞ്ഞു വെച്ചാൽ 100 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് നബി വഫാത്തിന് ശേഷം 100 നൂറ്റാണ്ട് ശേഷമാണ് ഇത് എന്താണ് ചരുമാൻ പെരുമാൾ പോകുന്നതെന്നുള്ള ഒരു റിപ്പോർട്ട് കൂടിയാണ്. ഒരാളിങ്ങനെ പറയുന്നുണ്ട്, ഒരു വീഡിയോ കണ്ടതാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു രേഖയും കൃത്യമായിട്ടുള്ളതില്ല എന്നുള്ള ഒരു സാധനം കണ്ടിട്ടുണ്ട്. പക്ഷെ വേറെ ഇതിൽ ബുക്കിലൊക്കെ ചില ബുക്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ വേറെ ആള് എന്നുവെച്ചാൽ നബിന്റെ കാലത്ത് ഒരാൾ പോയിട്ടുണ്ട്, നബിന്റെ വഫാത്തിന് ശേഷം വേറെ ഒരാളും കൂടി ബാണപ്പെരുമാൾ എന്ന് പറഞ്ഞ ഒരാള് എന്താണ് മക്കയിലേക്ക് പോയിട്ടുണ്ട്, എന്നിട്ട് ഇസ്ലാം സ്വീകരിക്കും. അപ്പൊ കാരണം വെച്ചാല് യമനില് 2 സ്ഥലങ്ങൾ എന്താണ്, ഒന്ന് ഷഹർ, യമനാണോ ഒമാനോ അറിയില്ല, യമനിൽ തന്നെ ഷഹർ മുഹല്ലയുണ്ട്, ലുഫാറും. 2 സ്ഥലത്ത് 2 ഖബറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒന്ന് താജുദ്ദീൻ, മറ്റേ അബ്ദുറഹ്മാൻ. അങ്ങനെ 2 പേര് ഇതൊക്കെ ആയിട്ട് പേര് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിലൊരു നമുക്കൊരു നിലയ്ക്ക് നമുക്ക് പറയാൻ കഴിയും. അതായത് നമ്മുടെ ഒരു ഏരിയ കേരളത്തിൽ നിന്നുള്ള ഫസ്റ്റ് ഹജ്ജ് യാത്ര അല്ലെങ്കിൽ ഫസ്റ്റ് മക്കയിലേക്കുള്ള യാത്ര വളരെ വലിയ റൂട്ടാണ്, കപ്പലില് അത്ര വലിയ റൂട്ടാണ്. ആരാ പോകുന്നേ? പക്ഷെ ഈ കേരളത്തിലുള്ള യാത്ര പറയുമ്പോ അതിലൊരു അടിപൊളി കഥ ഉണ്ട്. 2 റുപ്യേറ്റ് ഹജ്ജിന് പോയൊരു കഥ, ഹാജി സാഹിബിന്റെ കഥ. പക്ഷെ ഹാജി സാഹിബ് എന്നല്ല മൂപ്പരെ പേര്, BP മുഹമ്മദ് അലി. മൂപ്പരെ ശരിക്കുള്ള പേര് കുഞ്ഞാലൻകുട്ടി എന്നാണ്. മൂപ്പരെ വാപ്പിമ്മി ഇടുന്ന പേര്. മൂപ്പര് ഈ ചെറുപ്പത്തിലെ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. മൂപ്പര് ചെറുപ്പത്തിൽ ദർസിൽ പോയി പഠിക്കുകയാണ്. അങ്ങനെ മൂപ്പര് മഞ്ചേരിയിൽ ദർസിൽ പഠിക്കുമ്പോഴാണ് ഇഹിയ ഉലൂമുദ്ദീൻ വായിക്കുന്നത്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിയുടെ ഇഹിയ ഉലൂമുദ്ദീൻ വായിച്ചിട്ട് അത് ഞാൻ വെറുതെ ആ കഥ കേട്ടപ്പോൾ ഞാൻ വെറുതെ ഇഹിയ എടുത്ത് നോക്കി. അപ്പൊ ഇഹിയയിലെ ഹജ്ജിന്റെ ഭാഗമൊക്കെ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ആ എന്താ ഇഹിയ വായിച്ചിട്ട് മൂപ്പർക്ക് ഹജ്ജ് ചെയ്യാൻ മൂടായി. അങ്ങനെ സാധാരണ ഇഹിയ വായിച്ചിട്ട് മൂടായി. മൊത്തത്തില് എല്ലാ വിഭാഗത്തും അങ്ങോട്ട് ഇനി ഇങ്ങനെയൊക്കെ തലങ്ങളുണ്ടോ എന്നുള്ളത് അപ്പം ചിന്തിച്ചു. അങ്ങനത്തെ മൂപ്പരെന്ത് ചെയ്തു, ദർസ് പഠിക്കുകയാണ്. നമ്മൾ വിചാരിക്കും കുറെ കാലം ദർസ്, മൂപ്പര് പലയിടത്തും ദർസ് പഠിക്കുന്നുണ്ട്. എന്നിട്ടാണ് മൂപ്പര് മഞ്ചേരിയിൽ എത്തുന്നത്. അപ്പൊ ഞാൻ അത് കഥ വായിച്ചപ്പോൾ വിചാരിച്ചാ കുറെ കാലമൊക്കെ ദർസ് പഠിച്ചാണ്. പക്ഷെ നോക്കുമ്പോ മൂപ്പർക്ക് അപ്പൊ എത്ര വയസ്സറിയും. മൂപ്പര് ഹജ്ജിന് പോകാൻ തീരുമാനിക്കുകയാണ്. മൂപ്പർക്ക് അപ്പൊ 17 വയസ്സുള്ളൂ. എന്നിട്ട് മൂപ്പര് ഹജ്ജിന് പോകാൻ തീരുമാനിക്കുക. എങ്ങനെ, ഒരു വട്ടം വീട്ടിൽ പോയി, മൂപ്പരെ വീട് വളാഞ്ചേരിയാണ്. വളാഞ്ചേരി മനപ്പനൊക്കെ കണ്ട് അപ്പോൾ വൈച്ചെലവിന് വേണ്ടി 2 റുപ്യ കൊടുത്ത് മൂപ്പര് ആ വൈച്ചെലവിനുള്ള കിട്ടിയ പൈസ ഇട്ട് മൂപ്പരൊറ്റ പോക്കുവാണ്. വീട്ടുകാർ വിചാരിച്ച് മൂപ്പര് മഞ്ചേരിക്ക് ദർശനം പോവാണെന്ന്. അതിന്റെ ഇടയിൽ ഒരു കത്ത് എഴുതുന്ന ഒരു സംഭവം, അത് മൂപ്പര് പോവാണ്. പോയിട്ട് 2 റുപ്യ തീരുന്ന വരെ മൂപ്പര് യാത്ര. വീട്ടിൽ പറയുന്നുണ്ട് മഞ്ചേരി പോകുന്ന വീട്ടില് പറഞ്ഞ എങ്ങനെ വിടുക? കാരണം ഇന്ന് ഹജ്ജ് പോണ പോലെ അന്ന് പോവാണല്ലോ. ഒരു 940-50 ആ ഏരിയ ടൈമിലാ പോകുന്നത്. ഹജ്ജ് എന്ന് പറഞ്ഞാല് ചിലപ്പോ മരിക്കും, ചിലപ്പോ തിരിച്ചു വരും. അപ്പൊ എന്തായാലും വീട്ടുകൾ വിടൂല. അപ്പൊ വീട്ടിൽ പറയാതെ ഈ 2 റുപ്യറ്റാ പോകുന്നു. അപ്പൊ 2 റുപ്യ തീരുന്നവരെ മൂപ്പര് യാത്ര ചെയ്യണം. പൈസ തീരുമ്പോ എന്ത് ചെയ്യും, അവിടെ എന്തെങ്കിലും ജോലി എടുക്കും, കിട്ടണ പൈസ ആയിട്ട് പിന്നെയും പോകും. അങ്ങനെ ട്രെയിനും അങ്ങനെ ഇങ്ങനെയൊക്കെ കയറി മൂപ്പര് അവസാനം മാസങ്ങൾ എടുത്തിട്ട് ബോംബെയിലെത്തണം. നമ്മള് യാത്രയുടെ കൺസെപ്റ്റ് ആലോചിച്ച് നോക്കി, നമ്മള് പൈസ ഉണ്ടാക്കുക, ആ പൈസക്ക് ഒരു യാത്ര പോയിന്റ് ഫിക്സ് ചെയ്യുക, തിരിച്ചു വരിക, പൈസ തീരും. അപ്പൊ ഇവിടെ യാത്ര ആലോചിച്ച് നോക്ക്, ആൾക്കാർ പറയുന്നത് എന്താ, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ശക്തി ഉണ്ടായിട്ടാണ് നമ്മൾ ഹജ്ജ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇത് പൂതി അങ്ങോട്ട് കേറിയിട്ടേ മൂടായി വേണ്ട ആക്കെ ഉണ്ടാക്ക. അന്ന് ഈ ബോംബെ ആണല്ലോ മെയിൻ പോർട്ട്. ബോംബെ എന്നാണ് ഇപ്പൊ കപ്പൽ യാത്രകളിൽ ഹജ്ജ് പോകുന്നു മൊത്തം ബോംബെ എന്നാണ്. അപ്പൊ മൂപ്പര് ബോംബെക്ക് എത്തുന്നു. മൂപ്പര് ബോംബെയിലും കുറച്ചു കാലം നിൽക്കുന്നത്. അപ്പൊ ആ ബോംബെ എത്തുമ്പോഴാണ് മൂപ്പര് എന്ത് ചെയ്തത്, വീട്ടിലേക്ക് കത്ത് ചെയ്തത്. അപ്പോഴാണ് മൂപ്പര് വീട്ടുകാർ കുറെ കാലം കഴിഞ്ഞിട്ടാണ് അറിയുന്നത് മോൻ മഞ്ചേരിക്കല്ല പോയത്. ഏട്ടൻ എന്തെയ്തു, പോക്കരാജ്
കുഞ്ഞിപ്പോക്കരോ ഏട്ടൻ അവിടെ എന്തോ വർക്ക് അങ്ങനെ അല്ല ഏട്ടനും ദർസ് പഠിക്കാൻ. അപ്പൊ ഏട്ടന് കത്ത് ചെയ്താണ്, ഞാനിപ്പോ മക്കയ്ക്ക് പോവാണ്, ഹജ്ജിന് പോവാണ്, ഞാൻ ബോംബെയിലാ ഉള്ളത്, എനിക്കൊരു 30 ഉറുപ്പ്യ അയച്ചു തരണം. അപ്പൊ മൂപ്പര് അതായിട്ട് കത്തിട്ട് വീട്ടിൽ പോയി, വീട്ടിൽ കാര്യം അറിയിച്ച്. അപ്പൊ വീട്ടുകാരാകെ ആകെ ബേജാറായി, വേഗം പൈസ അയച്ചു കൊടുത്ത്. എന്നിട്ട് എന്ത് ചെയ്തു, വാപ്പ മൂത്ത മോനാണ്, വാപ്പ എന്ത് ചെയ്ത് ഇഞ്ഞോനെ കൂട്ടിയിട്ട് തിരിച്ചെന്നാ ആദ്യം ഏട്ടൻ എന്നിട്ട് അനിയനും തപ്പിയിട്ട് ബോംബെക്ക് പോകണം. പക്ഷെ ബോംബെയിൽ എത്തിയപ്പോ തന്നെ എന്ത് ചെയ്തു, ആളെ കാണില്ല. ചെക്കൈ പൈസ ഒന്നും കിട്ടാൻ കാത്തുന്നില്ല, 30 ഉറുപ്പ്യ കിട്ടാൻ കാത്തില്ല, ആള് പൈസ ഉണ്ടാക്കിയിട്ട് മക്കയ്ക്ക് വിട്ടുന്ന. നമ്മളൊക്കെ ചെറുപ്പം മുതൽ കേൾക്കുന്ന ഒരു സാധനമാണ് VP മുഹമ്മദ് ഹാജി സാഹിബിന്റെ ഹജ്ജ് യാത്ര. മൂപ്പര് എന്നിട്ട് ഏട്ടൻ എന്നിട്ട് അവിടെ എത്തി കുറെ തപ്പിയെടുക്കണം. അപ്പൊ ഒരു പള്ളിയിൽ ഒരു ഇമാമിനെ കാണും. അപ്പോൾ ഇമാമിനോട് കാര്യം ചോദിച്ചപ്പോൾ ഇമാം പറഞ്ഞു, നിങ്ങൾ പറയണ ആളാണ് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ മൂപ്പര് ഒരു കിതാബ് ഏൽപ്പിച്ചിട്ടാ പോയത്. അപ്പൊ നോക്കുമ്പോ ഇഹ്യാ ഉലൂമുദ്ദീൻ, അപ്പൊ നോക്കുമ്പോ ഹാജി സാഹിബിന്റെ ട്വിസ്റ്റ്. അപ്പോഴാണ് മനസ്സിലായത് ഈ ചെങ്ങായി കപ്പലേറി പോയിട്ടുണ്ട്. പക്ഷെ ആ യാത്ര എന്ന് ഭയങ്കര സംഭവമാണ്. മൂപ്പര് ഷഹർമുക്കല്ല നടത്തുന്നത്. ഷഹർമുക്കല്ല എന്താ ജിദ്ദക്ക് അടുത്തുള്ളൊരു തുറമുഖ എന്നാ പറയുന്നത്. അപ്പൊ അവിടുന്ന് പിന്നെ 100 കിലോമീറ്ററോളം ഉണ്ട് എങ്ങോട്ട് മക്കയിലേക്ക് യാത്ര. ആ യാത്ര എന്ന് പറയുന്ന അത്രയും റിസ്ക് ഉള്ള ആ യാത്രയെന്ന് മൂപ്പര് പറയുന്നുണ്ട്. മൂപ്പരെ കൂടെ ഒരു പാലക്കാട്ടുകാരുണ്ടായിരുന്നു. പക്ഷെ എന്താ ഉണ്ടായത് വെച്ചാല് ആ യാത്രയില് മൂപ്പര് മരണത്തെ ഇങ്ങനെ മുഖാമുഖം കണ്ടുന്ന. നമ്മള് ശരിക്ക് ഹജ്ജ് യാത്ര ഭയങ്കര റിസ്ക് ആണ് പറയുമ്പോ ഇത് കേൾക്കുമ്പോഴാണ് ശരിക്കും റിസ്ക് തന്നെയാണല്ലേ എന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ യാത്ര തുടങ്ങി, ഭക്ഷണം കിട്ടുന്നില്ല, വെള്ളമില്ല, ദാഹിച്ച് ആകെ അവശനായി മൂപ്പര് കിടക്കാണ്. മൂപ്പര് മലർന്നുണ്ട് കിടന്നിട്ട് ഷഹാദത്തുല്ലാണ്. കാരണം മനസ്സിലായി ഇനി മുന്നോട്ട് പോകില്ല, ഞാൻ മരിച്ച്, ഇതിന്റെ അവസാനമാണ്. മൂപ്പര് അങ്ങനെ കിടന്ന് ബോധം കെട്ടി കുറെ കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് നീച്ച് എന്തോ ഒരു സുഖ ആരോഗ്യം വന്ന് മൂപ്പര് അങ്ങോട്ട് നടന്ന്. മൂപ്പര് പറയുന്നുണ്ട്, ആകെ മരുഭൂമിയിൽ നടക്കണമെങ്കിൽ ആകെ നമുക്ക് വേണ്ടത് ഒന്നൊരു ചെരുപ്പ് വേണം, പിന്നെ കോടയും വേണം. കാരണം ഭയങ്കര വെയിലും നല്ല ചൂടായിരിക്കും മരുഭൂമിക്ക്. പക്ഷെ എന്താ മൂപ്പര് അതുപോലും മൂപ്പർക്ക് ഭാരമായി തോന്നിയെന്നാ. മൂപ്പര് അതുപോലെ ഉടുത്ത് ഊരിയിട്ടാണ് മൂപ്പര് മക്കയ്ക്ക് നടക്കുന്നത്. ആ അവശതയിൽ മൂപ്പര് മക്കയിലെത്തുന്നത്. പക്ഷെ മക്കയിലെത്തുന്നതോട് കൂടിയിട്ട് എൻ്റെ അവശതൊക്കെ മറന്നുപോയിട്ട് മൂപ്പര് അവിടെ നിൽക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിസ്ഡാണ്. പിന്നെ അതായത് മൂപ്പര് അവിടെ ജോലി ചെയ്യുന്നത്, അവിടെ തന്നെ താമസിക്കുന്നത്. അവിടെ 2 കൊല്ലത്തോളം മക്കയിലും മദീനയിലായിട്ട് താമസിച്ചിട്ടാണ് പിന്നെ മൂപ്പരടുത്തേക്ക് വരുന്നത്. ഇതിപ്പോ ഇതൊക്കെ പറയുമ്പോഴേ ഇപ്പൊ നമ്മളെ മനസ്സിൽ ഏറ്റവും കൂടുതൽ, മലയാളികളുടെ മനസ്സിൽ ഏറ്റവും വലിയ മരുഭൂമിയിലെ യാത്ര എന്ന് പറയുന്നത് ഇപ്പൊ ചിലപ്പോൾ ആടുജീവിതം. ഏറ്റവും വലിയ മരുഭൂമിയിലെ യാത്ര, സാഹസികത, കഷ്ടപ്പാട് എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് ചെയ്ത് വെച്ച് പോയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഹാജി സാഹിബിന്റെ കഥ ഒന്നും ഞാൻ പറയാ അൺപോപ്പുലർ, അണ്ടർ റേറ്റഡ് കാര്യമാണ്. ഹാജി സാഹിബിന്റെ ഇല്ല, ഹാജി സാഹിബിന്റെ നമ്മൾ പറയുമ്പോൾ പ്രത്യേകം പറയേണ്ട മൂപ്പര ഒരു തെക്കുവ ഒന്നുകൂടി നമ്മൾ എടുത്തോരണ്ടേ. അതായത് ഒരു കഥ ഉണ്ട്, ഹാജി സാഹിബ് ട്രെയിനിൽ ഉറങ്ങിപ്പോന്ന കഥ. ഹാജി സാഹിബ് ഷൊർണൂരിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഉറങ്ങിപ്പോയിട്ട് 2 സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് എണീക്കുക. ആ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഹാജി സാഹിബ് നേർക്ക് സ്റ്റേഷൻ മാസ്റ്റർ പോയി കാണും. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഷൊർണൂരെത്തി ഉറങ്ങിപ്പോയി, എന്താ ചെയ്യേണ്ടിയിരിക്കും. അപ്പോൾ അടുത്ത ട്രെയിൻ അതിൽ കയറിപ്പോയാൽ മതി. അതല്ല, ഷൊർണൂർ ഇതിൽ ഇതുവരെ വെറുതെയാണ് യാത്ര ചെയ്തിട്ടുള്ളത്, അപ്പം അതിൻ്റെ പൈസ തരണം എത്രയാന്ന് പറയണമെന്ന് പറഞ്ഞു. സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞ് എത്ര ആൾക്കാർ ടിക്കറ്റില്ലാണ്ട് യാത്ര ചെയ്യുന്നു, കുഴപ്പമില്ല ഉറങ്ങിപ്പോയി, അതിൽ വിട്ടുതന്നു. ഹാജി സാഹിബ് വിട്ടുകൊടുത്തില്ല, ഞാൻ യാത്ര ചെയ്തു, അപ്പം ആ പൈസ ഞാൻ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അതെനിക്ക് ഹറാമാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ഞാൻ സ്റ്റേഷൻ മാസ്റ്റർ എഴുതി കൊടുത്ത് ആ പൈസ ഫൈൻ അടിച്ച്, എന്നിട്ട് പറഞ്ഞ് നിങ്ങളെപ്പോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഈ ലോകം നന്നാവുന്ന എന്നിട്ട് പറഞ്ഞേക്കണേ. ഈ ഹാജി സാഹിബാണ് ഈ യാത്ര ചെയ്യുന്നത്. അതായത് ഉടായ്പൊന്നല്ല, ഹറാമും അല്ല, ഒരൊറ്റ റൂട്ട് ഹലാല്. ആ ഹജ്ജ് ചെയ്തിട്ട് കൊല്ലങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ്. ചരിത്രത്തിലൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് അങ്ങനെ പോവാം. മൂപ്പര് ചായ അടിക്കുന്ന, റൊട്ടി ഉണ്ടാക്കുന്ന ജോലിയൊക്കെ ചെയ്തിട്ട് ഒഴിവ് സമയത്ത് എന്ത് ചെയ്യും, പോയി കിതാബ് വായിക്കും. മദീന എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കേന്ദ്രമായിരുന്നു. കിതാബ് വായിച്ച് അവിടുന്ന് ഇബ്നു തൈമിയയുടെ കിതാബ് വായിക്കുന്നു. അങ്ങനെ പല കിതാബുകളും വായിച്ചിട്ട് മൂപ്പർക്ക് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ആ സന്ദർഭത്തിൽ ഉണ്ടാവണം. എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് മൂപ്പര് തിരിച്ചു വരുന്നുണ്ട്. അപ്പം ബോംബെയിൽ ആരുണ്ട്, ഏട്ടനുണ്ട്. ഏട്ടനെ വാപ്പ പറഞ്ഞയച്ചതാണ്, ഓനെ കൂട്ടാതെ വരണ്ടാന്ന്. ഏട്ടൻ അവിടെ കുറെ കാലമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഏട്ടൻ്റെ അടുത്ത് വന്ന് ഏട്ടനോട് കഥയൊക്കെ പറഞ്ഞ്, അപ്പൊ ഏട്ടൻ എന്താ പറയുന്നത്, ഇജ്ജ് വരെ പോയിക്കോ, ഞാനൊരു ഹജ്ജ് ചെയ്തിട്ട് വരാറിഞ്ഞിട്ട് ഏട്ടൻ തിരിച്ചു പിന്നെ ഹജ്ജിന് വേണ്ടിയിട്ട് അവിടുന്ന് ബോംബെയിൽ നിന്ന് പോകണം. അപ്പൊ ഇങ്ങനെയാണ് ഹാജി സാഹിബിന്റെ കഥ. നമ്മള് കേരളത്തില്
കഥ പറയുമ്പോൾ കേരളത്തിന്റെ പരിസരത്ത് തന്നെ കുറെ ഹജ്ജ് യാത്രകള് അറിയപ്പെട്ട വായിക്കപ്പെടുന്ന ഹജ്ജ് യാത്രകൾ ഒരുപാട് ഉണ്ട്. CH മുഹമ്മദ് കോയന്റെ CH ഇത് രണ്ട് ടൈപ്പാണ്. CH ഹജ്ജ് യാത്ര എന്ന് പറയുമ്പോൾ ഇതേപോലെ അല്ല. ഒന്ന് CH ആ ടൈമിൽ ഏകദേശം പണിയെടുത്തുകൊണ്ട് എല്ലാവർക്കും പോപ്പുലർ ആയിരുന്നു CH. അതായത് അത്ര ഒരു സാമൂഹിക സേവനമായതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ആദ്യത്തെ പുസ്തകമാണ് ഈ ഹജ്ജ് എന്റെ ഹജ്ജ് യാത്ര എന്നാണ് പുസ്തകത്തിന്. പക്ഷെങ്കിൽ CH പോപ്പുലർ ആയിരുന്നു. ദേശീയ തലത്തിൽ തന്നെ CH ലീഡർ ആയിരുന്നു ആ സമയത്ത് തന്നെ. അപ്പം CH ഭയങ്കര പൂതിയായിരുന്നു ഹജ്ജ് ചെയ്യാന്നുള്ളത്. പക്ഷെങ്കിൽ എപ്പോഴും ഈ പ്രവർത്തനമൊക്കെ ആയിട്ട് സാമൂഹിക സേവനങ്ങളുകൊണ്ട് പ്രസ്ഥാന തിരക്കുള്ളതുകൊണ്ട് തന്നെ മൂപ്പർക്ക് ഹജ്ജ് ചെയ്യാൻ ടൈം ഇട്ടില്ല. അവസാനം മൂപ്പര് തീരുമാനിച്ച് ഈ വർഷമാണ് എന്തായാലും ഹജ്ജ് ചെയ്യുന്നത്. അങ്ങനെ ആരെടുത്തും പറഞ്ഞില്ല. സാധാരണ ഹജ്ജ് നമ്മൾ പറഞ്ഞല്ലോ തീരുമാനിച്ചതിന് എന്ത് ചെയ്യണം, എല്ലാവരും അറിയിക്കണം എന്നുള്ളത്. CH ആരെയും അറിയിച്ചില്ല. കാരണം അറിയിക്കുന്നല്ല, മൂപ്പർക്ക് അറിയിക്കാൻ സമയം അല്ല, പേടിയാണ് മൂപ്പര്. കാരണം ഏത് സമയം എന്ത് ചെയ്യും, ഈ തീരുമാനം ക്യാൻസലാക്കേണ്ടി വരും. പെട്ടെന്നൊരു പാർട്ടി ആവശ്യം വന്നാൽ മൂപ്പര് എന്ത് ചെയ്യും, പിന്നെ അടുത്ത വർഷത്തേക്ക് നീട്ടാന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷെങ്കിൽ അൽഹംദുലില്ലാഹ് മൂപ്പർക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലാണ്ട് ഹജ്ജിലേക്കുള്ള യാത്രയൊക്കെ ഓക്കെ ആയി. അവസാനത്തെ ദിവസമാണ് മൂപ്പര് കുടുംബക്കാരെടുത്ത് പോലും പറയുന്നത് ഞാനിങ്ങനെ ഹജ്ജിന് പോവാണെന്നുള്ളത്. രസം എന്താ വെച്ചാൽ അങ്ങനെ തീരുമാനിച്ച് പിന്നെ ഒരു പട, അതായത് മൂപ്പര് അത്രയ്ക്ക് ഒരു പോപ്പുലർ ആയിട്ടുള്ള ആളായിരുന്നു. എല്ലാ ആൾക്കാർക്കും മനസ്സ് കൊണ്ടിരിക്കുന്ന ഒരു രൂപയാണ് CH എന്ന് പറഞ്ഞാൽ. CH എന്ന് പറഞ്ഞ പക്കൊരു നേതാവ്. ഇന്നും CH നെ കുറിച്ച് പറയുമ്പോ CH എന്ന് പറയുമ്പോ ഭയങ്കര ഒരു ആവേശവും ആളുകൾക്ക് വൈകാരികതയാണ്. അങ്ങനത്തെ ഒരു പാർട്ടി, മറിച്ച് എല്ലാരെയും ചേർത്തുള്ള ഒരു ജനനായകനായിരുന്നു. അങ്ങനെ CH ഹജ്ജിന് പോവാ. അത് കപ്പൽ, ആ ടൈം എന്ന് പറഞ്ഞാൽ കപ്പൽ ഹജ്ജിന് പോവാ. അപ്പോൾ ആൾക്കാരൊക്കെ വരിക CH കണ്ടിട്ട്. ഇപ്പോൾ CH കൈ കൊടുക്കുക, CH കെട്ടിപ്പിടിക്കുക. ട്രെയിനിൽ പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആയിരങ്ങൾ പോകുന്നത് CH കൂടെ. CH എൻ്റെ ഹജ്ജ് യാത്രയിൽ വളരെ വൈകാരികമായിട്ട് സ്ഥാനം പറയുന്നുണ്ട്. അതായത് ഒന്നുമല്ലാതെ ഏതോ കുന്നിന് മുകളിൽ ഒരു വെള്ളിക്കരണ്ടി ഇല്ലാണ്ട് ജനിച്ച ഞാൻ എല്ലാവരാളും ഹജ്ജായിട്ട് യാത്ര അയക്കപ്പെടുന്ന പറഞ്ഞാൽ എൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടാണെന്നുള്ളത് കണ്ടിട്ട് ഭയങ്കര വൈകാരികമാകുന്നുണ്ട് CH. അവളെ കഴിഞ്ഞില്ല. CH പിന്നെ ട്രെയിനിൽ കയറി. ഓരോ സ്റ്റേഷനിലെത്തുമ്പം ആയിരങ്ങളാ സ്റ്റേഷനിൽ. അത് CH ട്രെയിനിൽ ഹജ്ജിനും ഉണ്ട്. അന്ന് ഹജ്ജിന് പറഞ്ഞല്ലോ, നമ്മൾ ചിലപ്പോൾ കാണൂല. അപ്പൊ എല്ലാവരും ഓരോ സ്റ്റേഷൻ എത്തുമ്പോൾ ആൾക്കാർ വരിക, സാധനം കൊടുക്കുക. അന്നുള്ള ഒരു ഹീറോ പരിവേഷം ആയിക്കൂല, നേതാവ് മദ്രാസ് വയ്യ സോഷ്യൽ മീഡിയ മദ്രാസ് വയ്യ പോകുന്നു. ഇന്നിപ്പോ നമ്മള് ഷിയാബ് ചൂട്ടുവിന്റെ സാധനമൊക്കെ കാണുന്നില്ല. ഓരോ സ്ഥലത്തെത്തുമ്പോൾ ആളുകൾ ലൈവായിട്ട് അങ്ങനെ തന്നെ കാണുന്നുണ്ട്. അതിന്റെ ഒരു എന്തോ എക്സ്ട്രാ മൂഡ്. അതായത് ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴും അവിടെ 100-100 ആൾക്കാർ മൂപ്പരെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എല്ലായിടത്തും. അതായത് സാധാരണ ഈ ഹജ്ജിന് ട്രെയിനിൽ പോകുമ്പോൾ ട്രെയിനത്തെ ഫുഡൊക്കെ കുറച്ച് മോശമാണ്. പക്ഷെ CH ഹജ്ജിന് യാത്ര ചെയ്ത ആൾക്കാർക്കാർക്കും മോശം ഫുഡ് കിട്ടിയിട്ടില്ല. കാരണം CH അത്രയും ഫുഡ് കിട്ടും. അപ്പം അങ്ങനെ ഇവര് ഹാജിമാർക്ക് വിതരണം ചെയ്തിട്ടൊക്കെ ലാസ്റ്റ് ഹാജിമാരെല്ലാത്തവർക്ക് പോലും ഫുഡ് കൊടുത്തെന്നാണ് ചരിത്രമുള്ളത്. അങ്ങനെ അവസാനം ബോംബെയിലെത്തി. ബോംബെയിൽ നിന്ന് ഇതേപോലെ സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എനിക്കത് ഫീൽ ചെയ്ത്. അതായത് ഹാജി സാഹിബിന്റെ കഥ പറയുമ്പോൾ നമ്മള് ബോംബെ എന്നുള്ള യാത്ര എന്ന് പറയുന്നില്ല. പക്ഷെ എന്റെ ഹജ്ജ് യാത്രയിൽ നമ്മൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ അതിൽ കൃത്യ സിസ്റ്റം ഒക്കെ പറയുന്നത് ബോംബെ നിന്ന് എങ്ങനെയാണ് ഇവര് പോകുന്നത്, അവിടുന്ന് ആ പോകുമ്പോ എത്ര ആളുകൾ ഉണ്ടാവും, എന്ത് കപ്പലിലാണ് പോകുന്നത്, ആ സാധനമൊക്കെ കൃത്യമായിട്ട് ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അതെങ്ങനെയായിരുന്നു? അതായത് CH ബോംബെയിലെത്താണ്. നമ്മള് ഹാജി സാഹിബ് എത്തിയത് CH ബോംബെയിലെത്തി. നേതാക്കന്മാരൊക്കെ കണ്ട്. ബോംബെയിലാണ് മെയിൻ പോർട്ട്. ഹജ്ജിന് പോകേണ്ട കപ്പലൊക്കെ ഉണ്ടാകുന്ന മെയിൻ പോർട്ട് ബോംബെയിലാണ്. അവിടെ മുസാഫിർ ഖാന എന്നിട്ടൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. മുസാഫിർ ഖാന എന്ന് പറഞ്ഞാൽ ഹജ്ജിന് വരുന്ന ആൾക്കാരെ മൊത്തം ഒന്നിച്ചിട്ട് അവിടെ നിന്നാണ് എന്ത് ചെയ്യുക, പാസ്പോർട്ടിൽ ഇവർക്ക് കാർഡ് കൊടുക്കുന്നത്. അവിടെ നിന്ന് ഒരു കൂലിക്കാർഡൊക്കെ കൊടുക്കും. അതായത് ഇവരെ മൊത്തം ലഗേജ് ത്രൂ ഔട്ട് യാത്രയുടെ ഒരു കൂലിയായിരിക്കും നോക്കുക. അപ്പോൾ ആ കൂലിക്ക് വേണ്ടിയിട്ടുള്ളൊരു കൂലിക്കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് കൊടുക്കും. അങ്ങനെ ഇവർക്കൊരു ഗ്രൂപ്പാക്കും. ഓരോ കപ്പലുകൾ, കുറേ കപ്പലുണ്ടാവും. പോകുന്നത് സൗദി CH ആണ് സൗദി. CH സൗദിയിൽ 900 ഹാജിമാരായിട്ട് വന്നു. അതേപോലത്തെ സൗദി പോലത്തുള്ള കുറേ കപ്പലുകളുണ്ട്. അങ്ങനെ ഈ കപ്പലുകൾ നിശ്ചയിച്ചു കൊടുക്കല്, അതേപോലെ തന്നെ കൂലിനെ നിശ്ചയിച്ചു കൊടുക്കല്, അങ്ങനെ ഭക്ഷണ സാധനങ്ങൾ നിശ്ചയിച്ചു കൊടുക്കല്, ഇതൊക്കെ ഈ പ്രോസസ്സൊക്കെ നടക്കുന്നത് ഈ മുസാഫിർ ഖാന എന്നുള്ള ഒരു ഗവൺമെന്റ്, ഇന്ത്യൻ ഗവൺമെന്റിന്റെ സിസ്റ്റമാണ് മുസാഫിർ ഖാന എന്നുള്ളത്. അപ്പം CH ഉണ്ട് അവിടെ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ ആ സമയത്ത് തന്നെ ഖുദ്ദാമികൾ എന്ന് പറഞ്ഞിട്ടൊരു മലയാളി ഗ്രൂപ്പ്, ഒരാകെയുള്ള ഒരു പ്രത്യേകത വെച്ചാൽ ഒരു ഹാദിമുൽ ഹാജികൾ, അത് ഹാജിമാർക്ക് എങ്ങനെയെങ്കിലും സേവനം ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുസാഫിർ ഖാനിൽ വരുന്ന മലയാളി ഹാജിമാർക്ക് സേവനം ചെയ്ത് കൊടുക്കേണ്ടിയിട്ട് ഇവർ ടീമുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളി ഹാജിമാർക്ക് ഒട്ടും പ്രയാസങ്ങൾ അധികം മുസാഫിർ ഖാനിൽ നിന്ന് ഉണ്ടാകുന്നതാണ് CH പറയുന്നുണ്ട്. അങ്ങനെ കപ്പലിൽ കയറ്റുമ്പം ഓരോ കപ്പലിനും
ഓരോ അമീറ ഉണ്ടാവുക. അപ്പം CH പോലത്തെ അമീർ സ്വാഭാവികമായിട്ടും CH ആയിരുന്നു. അമീർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അമീർ എന്നല്ല, മൊത്തം ഹാജിമാരുടെ ഉത്തരവാദിത്തം, കപ്പലിന്റെ ഈവൻ കപ്പിത്താൻ പോലും അനുസരിക്കേണ്ടി വരും ആരാ, ഈ അമീറിനെ. അതായത് കപ്പലിൽ കുറെ സ്റ്റാഫ്സ് ഉണ്ടാവും, കപ്പലിൽ യാത്രക്കാരുണ്ടാവും. ഈ സ്റ്റാഫിന്റെയും യാത്രക്കാർക്കിടയിലുള്ള പാലാണ് ആര്, ഈ അമീർ. അമീർ പറഞ്ഞാല് ഭയങ്കര ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഓരോ ദിവസം റൗണ്ട്സ് നടത്തേണ്ടി വരും. അതായത് അത്ര ആളുകൾക്കിടയിൽ അവരുടെ പരാതികൾ കേൾക്കണം. ഇന്നത്തെ മറ്റേ ഹജ്ജിന്റെ അമീർ. പിന്നെ അതേപോലെ തന്നെ ഇത് യാത്ര കഴിഞ്ഞാൽ റിപ്പോർട്ട് അടക്കം കൊടുക്കണം ഗവൺമെന്റിന്. അപ്പൊ അങ്ങനെ കുറച്ച് റിസ്ക് ഉള്ള ഒരു പണിയാണ് അത്. സ്വാഭാവികമായിട്ടും CH കയറുമ്പോ ഗവൺമെന്റ് എന്ത് ചെയ്യാ, CH കൊടുക്കാനുള്ള. അപ്പോൾ അത് മാത്രല്ല, ഇപ്പം പല ടൈപ്പ് ആൾക്കാരാണല്ലോ കയറുക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നീഡായിരിക്കും. ഇപ്പോൾ ഒന്നാമത്തെ പ്രശ്നം ഫുഡാണ്. ഇപ്പം നോർത്ത് ഇന്ത്യക്കാർക്ക് കിട്ടുന്ന ഫുഡ് എന്തേ പറ്റില്ല, ഒരിക്കലും സൗത്ത് ഇന്ത്യക്കാർക്ക് പറ്റില്ല. അപ്പോൾ CH ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഈ കപ്പൽ യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾ സൃഷ്ടിക്കും, ഇല്ലെങ്കിൽ പോലും രോഗങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ഈ കുത്തിവെപ്പ് ഭയങ്കര നിർബന്ധനും. അതായത് നാട്ടിൽ നിന്ന് കുത്തി വെച്ചിട്ട് അതിൻ്റെ കാർഡ് കാണിക്കണം. അപ്പോൾ ഡോക്ടർ ഒപ്പിട്ട കാർഡ് കാണിച്ചു കൊടുത്താൽ മാത്രമേ, എന്നിട്ട് പിന്നെ അവിടുന്ന് രണ്ടാമത് വേറെ ഒരു കുത്തിവെപ്പുണ്ട്. അങ്ങനെ മൊത്തം 2 കുത്തിവെപ്പ് എടുത്തിട്ട് കപ്പലിൽ കയറ്റും. പിന്നെ അതിനൊരു കാരണം കൂടി ഉണ്ട്. കാരണം പോകുന്നത് എവിടുക്കാ, ഹജ്ജിനാണ് പോകുന്നത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ 180 രാജ്യങ്ങളിലേക്കാൾ അതിനെക്കാട്ട് ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമ സ്ഥലം. ലക്ഷക്കണക്കിന് ആളുകൾ കൂടും. അപ്പോൾ എന്തൊക്കെ രോഗങ്ങളുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് കുത്തിവെപ്പുകളും വാക്സിനും പരിപാടികളൊക്കെ. അപ്പം വിറ്റെന്ന് വെച്ചാൽ ചില ഡോക്ടർമാർ ഒപ്പിടേ മറന്നുണ്ടാവും, സീലിടേ മറന്നുണ്ടാവും. അപ്പൊ മുസാഫിർ ഖാനിലെ തിരിച്ച് സർട്ടിഫിക്കറ്റ് കാണിച്ചെടുക്കുമ്പോൾ സീലില്ലാന്നിട്ട് എന്ത് പിന്നെയും കുത്തിവെപ്പ് എടുപ്പിക്കും. അങ്ങനെ 4-5 കുത്തിവെപ്പൊക്കെ എടുത്ത ആൾക്കാരുണ്ടെന്നൊക്കെ CH പറയുന്നുണ്ട്. കാരണം ഇതൊക്കെ ഇടങ്ങാറായി പോകും. അങ്ങനെ ഈ കപ്പൽ എന്നാലും കുറെ രോഗങ്ങൾ, കപ്പല് ക്ഷീണാണ് കപ്പൽ യാത്ര എന്ന് പറഞ്ഞാല്. അതിൻ്റെ മുമ്പ് ഒരു രസമുള്ളൊരു കഥ ഉണ്ട്. ഒരു സിനിമ ഒക്കെ കാണുന്ന മൂഡിലൊരു സാധനം ഉണ്ട്. അതായത് എന്താണ്, ഇവര് കപ്പലിൽ കയറി, സൗദി കപ്പലിൽ കയറി ഇവര് പോവാണ്. കപ്പലിൽ നങ്കൂരൊക്കെ ഊരി പോവാണ്. പോകുമ്പോൾ ആ നാട്ടിലെ ആളുകളൊക്കെ അവിടെ കൂടിയിട്ട് എന്ത് ചെയ്ത് തക്ബീർ, എന്താ അവിടെ അള്ളാഹു അക്ബർ തക്ബീർ വിളിച്ചിട്ട് ഓരോ യാത്ര അയക്കുന്നുണ്ട്. ആ സീൻ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് എന്താ CHും കൂട്ടരൊക്കെ എന്ത് ചെയ്ത് കപ്പലിന്റെ മുകൾ തട്ടിൽ ഈ ടൈറ്റാനിക്കിലൊക്കെ പോകുമ്പോൾ അതിന്റെ മുകളിലൊക്കെ കയറിയിട്ട് അവരിങ്ങനെ നോക്കിക്കുക. അപ്പൊ എല്ലാരും തക്ബീർ വിളിക്കുക. എഴുതിലൊരു ഭംഗിയുണ്ട്. അങ്ങനെയുള്ള രംഗങ്ങൾ എഴുതി വെക്കുന്നതിൽ വായിച്ചുതരാം. കപ്പൽ 1-ാം വിസിലൂതിയപ്പോൾ മിസ്റ്റർ ഹാരിസ് ഇസ്ലാമിക രീതിയിൽ ആശ്ലേഷിച്ചു പിരിഞ്ഞു. തുടർന്ന് ഉത്താൻ കോയ ഹാജിയും മറ്റുള്ളവരും പിരിഞ്ഞു. ഞങ്ങൾ കപ്പലിന്റെ മുകൾ തട്ടിൽ വന്ന് നിന്നു. കരയിൽ തടിച്ചുകൂടിയവർ ഉറക്കെ തക്ബീർ വിളിച്ചു. കപ്പലിലുള്ളവർ ഏറ്റുവിളിച്ചു. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. കപ്പൽ നങ്കൂരമെടുത്തു. ശാന്തമായ കടലിലും തൊട്ടുനിന്ന കരയിലും ദൈവത്തിന്റെ മേധാവിത്വത്തിന്റെ മുദ്രാവാക്യമായ അല്ലാഹു അക്ബർ പ്രതിധ്വനിച്ചു. അവസാനത്തെ സെന്റൻസ് ആണ് നമുക്ക് ശരിക്കും ഇമാജിൻ ചെയ്യാൻ പറ്റും. അതായത് എല്ലാരും വൈകാരികമായിട്ട് ലക്ഷ്യം അല്ലാഹു അക്ബർ പോവാണ്. അതില് എന്താണ്, ആ കപ്പൽ യാത്രയിൽ തിരിച്ചു വരുമ്പോഴാണ് തോന്നുന്നത് ആ കപ്പലിലുണ്ടായത് മഖ്സൂദ് അലി പറഞ്ഞ ഒരാള് പോകുമ്പോഴാണ് അല്ലെ, മഖ്സൂദ് അലി പറഞ്ഞ ഒരാൾ മരണപ്പെടുന്നുണ്ട്. ഈ യാത്ര എത്രത്തോളം ദുഷ്കരമാണെന്ന് പറയുന്നതിന്റെ പോലും അങ്ങനെ തന്നെ. നമ്മളിപ്പോ ബസ് പോയാൽ ക്ഷീണം ഉണ്ടാവില്ല എന്ന് അറിയും. ബസ് ഇരിക്കുന്നവർക്ക് ഇരുന്നാൽ ക്ഷീണം ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെങ്കിൽ 2 മണിക്കൂർ ഇവിടുന്ന് പെരിന്തൽമണ്ണക്ക് അങ്ങനെ എന്തെങ്കിലും കയറിയാൽ മനസ്സിലാവും നല്ല ക്ഷീണം ഉണ്ടാവും ബസ് പോലും. അപ്പൊ കപ്പലിൽ നമുക്ക് അറിയാം അതിന്റെ ഒരു ഇയാൾ എന്നിട്ട് മരിച്ചു പോകുന്നുണ്ട് അതില്. അപ്പോൾ മരിച്ചു പോകുമ്പോ എങ്ങനെയാണ് ഇപ്പോ ആ സാധനം നമുക്ക് അതിൽ നിന്ന് കത്തും. ഒരു കപ്പൽ യാത്രക്കിടയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ കബറടക്കുക, ഒരു പെട്ടിയിലാക്കിയിട്ട് അത് കടലിൽ താഴ്ത്താൻ അവർക്ക് വേണ്ടി മയ്യത്ത്. കപ്പല് മാത്രല്ല, ഹജ്ജിന് ഒരാൾ പുറപ്പെട്ട് കഴിഞ്ഞാല് അയാൾ മരണപ്പെട്ടാ പിന്നെ തിരിച്ചയക്കില്ല. വഴിയിൽ വെച്ച് മരണപ്പെടുകയാണെങ്കിൽ അവിടെ മറുകയാണ്. അപ്പൊ ഇവിടുത്തെ ഇഹ്റാം കെട്ടിയിട്ടായിരിക്കുമല്ലോ പോവുക. ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ ഹാജിമാർ യലംലം എന്നാണ് ഇഹ്റാം കെട്ടുക. അപ്പോൾ ആ സന്ദർഭത്തെ കുറിച്ച് CH പറയുന്നുണ്ട്. അത്രയും സമയം ഇന്ത്യ എന്നാണ് പോകുന്നെങ്കിൽ പോലും എന്താണ്, ബീഹാരികളുണ്ട്, പഞ്ചാബികളുണ്ട്, ഗുജറാത്തികളുണ്ട്, ബംഗാളികളുണ്ട്, അവരുടെ ഇടയിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതിന്റെ ഇടയിൽ കുറെ ഇതൊക്കെ ആരാ നോക്കിയെടുത്തണ്ട്? CH ആണ് നോക്കിയെടുത്തത്. CH പറയുന്നുണ്ട് ബാത്റൂമിന്റെ ഇഷ്യൂ പറയുന്നുണ്ട്, ഇവർക്ക് അങ്ങനെ പ്രശ്നം. എന്നിട്ട് ഭയങ്കര CH മലയാളിയാണ്, അതുകൊണ്ട് മലയാളികളുടെ അങ്ങനെ കുറെ പ്രശ്നം. ഇതൊക്കെ പക്ഷെ CH വളരെ സൗമ്യമായിട്ട് ഇടപെട്ട് റെഡിയാക്കുന്നത് ലീഡർഷിപ്പാണ്. അതായത് ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളായിട്ട് വരും. രസം എന്താ വെച്ചാൽ മൂപ്പർക്ക് ഹിന്ദി അറിയില്ല, ഉറുദു അറിയില്ല, എന്നിട്ട് മൂപ്പര് അത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത്രക്കെ ആളുകൾക്കിടയിലുള്ള ഒരു ഏറ്റക്കുറച്ചിലും വ്യത്യാസങ്ങളും പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്.
പക്ഷെ എലംലമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇഹ്റാൻ കെട്ടി. ഇഹ്റാൻ കെട്ടിയതോടുകൂടി പിന്നെന്ത് ചെയ്ത് ഒരു ഒരുമ ഒറ്റ ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും തെൽബിയത്ത് ചൊല്ലുമ്പോൾ ആ ഒരു അനുഭൂതിയെ കുറിച്ച് ഇങ്ങനെ മൂപ്പരയിൽ പറയുന്നുണ്ട്. നമ്മളിങ്ങനെ ഇത് ഇപ്പൊ പറഞ്ഞത് കേരളത്തിലെ യാത്രകളാണ്. അങ്ങനെ വെറുതെ ഞങ്ങളിങ്ങനെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളിപ്പോൾ ഈ സംസാരിച്ച 1900-കളിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിനു ശേഷം മുതൽ ഇത്രയും കാലഘട്ടം, അതിൻ്റെ ഇടയിലൊക്കെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളൊന്നും ഇപ്പൊ പറഞ്ഞ പോലെ കേരളം പോലെ ഒരു സ്റ്റേറ്റ് പോട്ടെ, ഇങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ ഇങ്ങനെ യാത്ര പോവുക. അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് എല്ലാ ആളുകളും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് യാത്ര പോവുക. അപ്പൊ അതിന്റെ ഒക്കെ റെക്കോർഡുകൾ നമുക്ക് കിട്ടൂല, പക്ഷെ എങ്കിലും അതിന്റെ ഒരു അവസ്ഥ ആലോചിക്കുക. അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു സംഭവം, ഒരു സാധനം നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. കഅബ ഹൃദയത്തിനോട് ഉപമിക്കുന്ന കുറെ ആൾക്കാർ. കഅബ ഹെർട്ടാണ്, മുസ്ലിങ്ങളെ മൊത്തം ഹൃദയമാണ്. ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഇങ്ങനെ വരികയാണ്. കഅബക്ക് ചുറ്റും നമ്മളൊരു വട്ടം ഇങ്ങനെ ഇറക്കുകയാണെങ്കിൽ വട്ടം ഇങ്ങനെ ലോകം മൊത്തം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് ശരിക്കൊരു തീർത്ഥയാത്ര മാത്രമല്ലല്ലോ, ഇത് ഭയങ്കര ഉമ്മത്തി വികാരം. ഇത് നമ്മളൊരു ഉമ്മത്താണ്. നിങ്ങളിപ്പോൾ ഇന്ത്യക്കാരാണെങ്കിലും പാകിസ്ഥാനികളാണെങ്കിലും അമേരിക്കക്കാരാണെങ്കിലും നിങ്ങൾ ഒറ്റൊരുത്തരാണ്, നിങ്ങൾ ഒരേ ടീമാണ്. അപ്പം ഈ സാധനം ദേശീയതക്കൊക്കെ അപ്പുറം ഇസ്ലാം മുസ്ലിം എന്ന് പറയുന്ന ഒരു ഉമ്മത്താണ്. ഈ സാധനം ആളുകൾക്ക് ഭയങ്കര എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ കൊളോണിയലിസത്തിന്റെ ഒക്കെ സന്ദർഭത്തിൽ ഇത് ഭയങ്കര പ്രശ്നമാണ്. കാരണം വലിയൊരു കോളനികളായിട്ട് ഭരിക്കുക. അപ്പോൾ അതിനൊക്കെ ആ ആശയത്തിനൊക്കെ അടിച്ച് മറിച്ചിടുന്ന ഒരു ആശയമാണല്ലോ ഈ ഉമ്മത്തി വികാരം എന്ന് പറയുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ആശയത്തിന് എന്തായാലും പുൽകും ആളുകൾ. വലിയ മാൽക്കം എക്സ് ഹജ്ജായിട്ട് പറയുന്നത്, അതായത് കപടവാദങ്ങളല്ല, കുറെ കപടവാദം ഉണ്ടല്ലോ. നമ്മൾ ഒരുമ വേണം, പിന്നെ ഒരു വൈറ്റ് സുപ്രീമിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരുമ വേണം എന്നുള്ള കപടവാദം എന്നല്ല. നിങ്ങൾ കാലാകാലങ്ങളായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരുമ ഉണ്ടല്ലോ, അതിനൊരു പ്രാക്ടിക്കൽ സാധനം ആണെങ്കിൽ ഇങ്ങോട്ട് വന്നോളി എന്ന് പറയുന്നുണ്ട്. ഈ ഇഹ്റാമിനെ ഈ ബ്രിട്ടീഷുകാര് ഇവിടൊക്കെ അറബ് ഭരിക്കുന്ന കൊളോണിയലിസം അവിടെ കൊടിവാണുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു കുറെ റെസ്ട്രിക്ഷൻസ് ഹജ്ജിന് വേണ്ടി ആ രാജ്യങ്ങളിൽ നിന്നും ആളുകൾക്ക് അതിന് മുമ്പ് ഈ പോർച്ചുഗീസുകാർ ഉള്ള ആ ടൈം ഉണ്ടല്ലോ, കേരളത്തിലേക്ക് വരുന്ന സമയത്ത് വാസ്കോഡ ഗാമൊക്കെ ബ്രിട്ടീഷുകാരെ കാട്ടി കൂടുതൽ പോർച്ചുഗീസുകാർ മുസ്ലിങ്ങളെ അന്നത്തെ ഇതിൽ എന്താണ് ആക്രമിച്ചത്, അത്രക്കും ക്രൂരമായിക്കൊണ്ട് ആക്രമിച്ചത്. കാരണം വെച്ചാൽ ഹജ്ജിനൊക്കെ പോയി വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ പോകുന്ന ആൾക്കാരൊക്കെ ചുട്ടീകരിക്കുക എന്ന് വെച്ചാൽ ജീവനോട് ഇതാക്കി. ഉറുമി സിനിമയുടെ സ്റ്റാർട്ടിങ് അങ്ങനെയാണ് ശരിക്കും. ഈ വാസ്കോഡ ഗാമ പോർച്ചുഗീസുകാര്, അതായത് ഹജ്ജിന് വരുന്ന ആൾക്കാരെ കപ്പല് കത്തിച്ചിട്ട് അങ്ങനെ പൃഥ്വിരാജിന്റെ അച്ഛൻ വന്ന് രക്ഷിക്കുന്ന സിനിമയാണ്. അത് ശരിക്കും ഒരു ഫാക്റ്റുമാണ്. അത് വെച്ചാല് ഈ ഹജ്ജിന് പോയ ആൾക്കാർ തിരിച്ചു വരുന്ന സമയത്ത് ഇവരെ ആ കപ്പലിന് തീയിടുന്നുണ്ട്. അതിനു മുമ്പ് അതിലുള്ള ഒരു ഉമ്മ എന്താണ് ഈ പോർച്ചുഗീസുകാരോട് കേഴുകയാണ്. എന്ന് വെച്ചാൽ തൻ്റെ സ്വർണ്ണമൊക്കെ മൊത്തം അതിൽ അന്നേരം ആഭരണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇവർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണോ, ഇവർക്ക് ഇതാണല്ലോ നാട്ടിലെത്തണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കേഴുന്നുണ്ട്. പക്ഷെങ്കിൽ എന്താണ് ഇവർ ഇതാക്കുന്നില്ല. എന്നിട്ട് ഇവിടുന്ന് അന്നത്തെ എന്താണ് ഹിന്ദു രാജാവുണ്ട്, ഇവിടുത്തെ നാട്ടുരാജാവുണ്ടല്ലോ, നാട്ടുരാജാവ് ഒരു എന്താണ് പൂജാരിയെ എന്താണ് തൻ്റെ ചെറിയ മോന ഇവർ അയക്കുന്നുണ്ട് അങ്ങോട്ടേക്ക്. ആരടുത്ത്? പോർച്ചുഗീസുകാരുടെ അടുത്ത് എന്തോ ഓഫറൊക്കെ വെച്ചിട്ട്. പക്ഷെങ്കിൽ എന്താണ് വാസ്കോഡ ഗാമ ഇത് നിരസിക്കും. കാരണം വെച്ചാൽ ഒരു പൂജാരിനെയും ചെറിയ കുഞ്ഞിനെയും ഇവർ ആക്രമിക്കൂല എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ നാട്ടുരാജാവ് അയക്കുന്നത്. പക്ഷെ എന്നിട്ടും എന്താക്കി, ആ പൂജാരിനെ കൊല്ലുകയും എന്താണ് ഈ മോന നാവ് മുറിക്കുകയൊക്കെ ചെയ്തിട്ടാണ് പിന്നെ തിരിച്ചയക്കുന്നത്. എന്നിട്ട് അതിന് ഉറുമി സിനിമയെ കാണിക്കുന്നത്. പൂജാരി ഒരാൾ ചെന്നിട്ട് ഇങ്ങനെ പൂജാരി എന്താ ശബ്ദം ഉണ്ടാക്കിയെടുക്കുമ്പോ നാവർക്കുന്ന കുട്ടീനെ ഓടിച്ചെടുക്കുന്ന സീനുണ്ട്. ബേസിക്കലി ഇതാണ് ഹജ്ജിന് ഇതൊരു ഇബാദത്താണ് എന്നുള്ളതിനൊക്കപ്പുറം ഒരു ഡീകൊളോണിയൽ കൺസെപ്റ്റ് കൂടിയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അലി ശരിയത്തി ഹജ്ജ് എന്നിട്ടൊരു ഹജ്ജിന്റെ ഒരു ഫിക്കി പറഞ്ഞാല മൂപ്പര അനുഭവം പറയുന്നത്. അതിലൊരു വലിയൊരു കൺസെപ്റ്റ് എടുക്കുന്നുണ്ട്. ഹജ്ജ് ശരിക്കും എന്തിനാണ് പൊളിക്കുന്നത്? ഹജ്ജ് ഞാൻ എന്നൊരു കൺസെപ്റ്റിനെ പൊളിച്ചളിയാണ്. ഇപ്പം ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് കൺസെപ്റ്റ് വരുന്നുണ്ട്. എൻ്റെ ഒരു സ്വത്തം എന്ന് പറയുമ്പോൾ അപ്പം എൻ്റെ നാടയിൽ വരും, എൻ്റെ വസ്ത്രം വരും, എൻ്റെ ഗോത്രം വരും, കുടുംബം വരും, അങ്ങനെ കുറേ സാധനങ്ങൾ വരും. ഇപ്പോൾ ഇതേപോലെ തന്നെ സ്റ്റേറ്റ് ബൗണ്ടറീസ് ഒക്കെ വരും, കുറേ ഹുങ്കുകളൊക്കെ അതിൽ കടന്നു വരും. പക്ഷേ അലീഷ് പറയുന്നുണ്ട്, ഇഹ്റാം കെട്ടുന്ന മൊമെന്റിൽ ഈ ഞാനൊക്കെ തകർന്നു പോവാണ്, യാതൊരു വ്യത്യാസവും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഇഹ്റാം ശരിക്കും എന്തിനാ സൂചിപ്പിക്കുന്നത്? ഇഹ്റാമിൻ്റെ ഒരു സാമ്യത കഫം പുടവേനോടാണ്. അപ്പം ഇനി എൻ്റെ സ്വത്തൊന്നുമല്ല, ഇനി റബ്ബ് മരിച്ചാൽ പിന്നെ നമ്മൾ എന്തായാലും റബ്ബിൻ്റെ അടുത്തേക്കാണല്ലോ. അപ്പം അതാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ കഫം പുടവ പൊടിഞ്ഞിട്ട് പോകുന്നത് റബ്ബിലേക്കാണ്. അപ്പം നിങ്ങളതിൻ്റെ സ്റ്റാർട്ടിങ് ആണിത്. നിങ്ങൾ ഇഹ്റാം കെട്ടുന്നതോടുകൂടിയിട്ട് നിങ്ങളുടെ വസ്ത്രമില്ലാതാവും, സ്വത്തമില്ലാതാവും, ദേശമില്ലാതാവും,
അതിർവരമ്പുകൾ ഇല്ലാതാവും. ഇങ്ങനെ ഒന്നുമില്ലാതെ കേവലം ഒരു ഇഹ്റാൻ കെട്ടിയ ചില കീറത്തുണികൾ മാത്രം റബ്ബിലേക്ക് മാത്രമായി പോകും. ഒരു ഡിഫറൻസും ഉണ്ടാവില്ല. ഇതാണ് ഹജ്ജ് ഉണ്ടാക്കുന്ന ഒരു വെച്ചാല് അവിടെ നിൽക്കുന്ന മഹ്ശറായിട്ട് ഉപയോഗിക്കുന്നത്. മഹ്ശറയിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ ഹജ്ജിന് പോകുന്ന സമയത്തുള്ള ഇതായിട്ട് മൂപ്പര് പറയുന്നത്. ഇത് ഭയങ്കര സത്യം പറഞ്ഞാല് പോയവർക്ക് ചിലപ്പോ തിരിയും. നമ്മളിപ്പോ പണ്ട് നോക്കാണ്ട് ഹാജിമാര് എന്ന് പറയുമ്പോ ഇന്നാള് ഹാജി നമ്മള് അഡ്രസ് ചെയ്യാം. ഡോക്ടർ കിട്ടിയ ഡോക്ടർ ശരിക്കും തന്നെ ഒരാളിപ്പോ ഒരു ഹജ്ജ് ചെയ്ത വ്യക്തി നാട്ടിലെത്തി കഴിഞ്ഞാൽ ഇപ്പൊ മുസ്ലിയാരുടെ ചരിത്രം പറയുമ്പോൾ പലപ്പോഴും പറയലുണ്ട്, മക്കയിൽ പോയിട്ട് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ചരിത്രം പറയുമ്പോൾ മക്കയിൽ പോയിട്ട് ഹജ്ജ് ചെയ്തു എങ്കിലും അവിടെ പോയിട്ട് വിദ്യ അഭ്യസിച്ച് തിരിച്ചു വന്ന് പിന്നെ ആ നാട്ടിലുണ്ടാക്കുന്ന മാറ്റം, ആ ഒരു സൊസൈറ്റിയിൽ അവർ ചെലുത്തുന്ന അവരുണ്ടാക്കുന്ന അങ്ങനെ ആ ഒരു അവിടെയാണ് അതിന്റെ പോയിന്റ്. അതിനൊരു കാരണം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഹജ്ജ് ആളുകൾ അത്രയും മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ മാൽക്കം എക്സ് എടുക്കുക, ഇപ്പോ വെസ്റ്റ് ആണല്ലോ നമ്മൾ ഇതിനെങ്ങനെ ഒരു എതിരായിട്ട് കാണുക. അപ്പോ ഇതൊന്ന് ആലോചിച്ച് നോക്കി, വെസ്റ്റ് നിന്നുള്ള യാത്രാനുഭവങ്ങൾ നമ്മളിപ്പോ ഇത്രയും നേരം ഇബ്നു ബത്തൂത്ത, ഹാജി സാഹിബ്, നമ്മുടെ ലൊക്കാലിറ്റിയിലാണ് പറയും. പക്ഷെ പാശ്ചാത്യർ എങ്ങനെയാണ് ഹജ്ജിനെ കാണണ്ടി അതൊന്ന് ആലോചിച്ച് നോക്കി. ഭയങ്കര രസമായിരിക്കും. ഇപ്പൊ അസദ് ആവട്ടെ, മാൽക്കം എക്സ് ആവട്ടെ, ഇവരൊക്കെ എങ്ങനെയാണ് ആ ടൈമിൽ എന്തോ റെസ്ട്രിക്ഷൻ ഉണ്ട് തോന്നുന്നു. ഒരു ഫസ്റ്റായിട്ട് ബ്രിട്ടീഷ് യാത്ര ചെയ്തൊരു സ്ത്രീനെ കുറിച്ച് പറയുമ്പോൾ അവര് സാഹസികമായിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് അവർക്ക് മക്കയിലേക്ക് പ്രവേശനമില്ല. അപ്പൊ അങ്ങനെ അതിസാഹസികമായിട്ടാണ് അവർ മക്കയിൽ എത്തുന്നതും അങ്ങനെ ഹജ്ജ് ചെയ്യുന്നതൊക്കെ അനുഭവം. സോവിയറ്റ് യൂണിയന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു ഹജ്ജ് ചെയ്യുന്നതായിട്ട്. അതായത് ഹജ്ജ് ചെയ്യാൻ സമ്മതിച്ചില്ലായിരുന്നു. അത് അവസാനത്തേക്ക് ഒരു 900 സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ് സോവിയറ്റ് യൂണിയൻ, ഇപ്പോഴത്തെ റഷ്യ. അതുപോലെ തന്നെ ഈ മുസ്ലിം സ്പെയിനിന് 18 ശേഷം അവിടെ റീകോൺക്വസ്റ്റ് ആവുന്ന സാധനം ഉണ്ടല്ലോ, അതിനുശേഷം എന്താണ് ഭയങ്കര റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. അത് മാത്രമല്ല വെസ്റ്റിലുള്ള ആൾക്കാർ ഹജ്ജിനെ പറ്റി വിചാരിക്കുന്നത് വെച്ചാൽ അവരൊരു ഹജ്ജ് എന്താണെന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശവകുടീരാണ്, അവിടെ ആൾക്കാർ പോയി സന്ദർശിക്കുകയാണ്, ഇതാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഇവര് പിന്നീട് എന്താണ് ഈ യൂറോപ്യൻ യാത്രക്കാര് ആൽബുക്കർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 2-3 യാത്രക്കാര് ഹജ്ജിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു. എന്നിട്ടും ഓരോരു ഈ തോട്ട് പ്രോസസ് മാറിയിട്ടില്ല. പിന്നീട് 20-ാം നൂറ്റാണ്ടിന് ശേഷമൊക്കെയാണ് മാറുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അത്രയും നൂറ്റാണ്ട് വെസ്റ്റിനെ പറ്റി മനസ്സിലാക്കിയ വെസ്റ്റ് ഇങ്ങനെയാണ് ഹജ്ജിനെ പറ്റി മനസ്സിലാക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വെസ്റ്റ് മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. അസദിന്റെ കഥ പറയുന്നുണ്ട്. അസദ് ഓസ്ട്രേലിയയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നീടാണ് കൂട്ടുകാരെ വിളിച്ചിട്ടാണല്ലോ ആദ്യം ഫലസ്തീനിലേക്ക് എത്തുന്നത്. ഫലസ്തീനിൽ എത്തിയിട്ട് മൂപ്പര് ഫലസ്തീനിലെ മുസ്ലിങ്ങളെ കാണുമ്പോൾ ആകെ അന്തം വിടും. ഇത് ഞാൻ വിചാരിച്ച് ബദവികളായിട്ടുള്ള കുറെ ആളുകൾ, ഇവര് ഭയങ്കര സിവിലൈസ്ഡ് ആണല്ലോ. അവിടുന്ന് മുതല് പിന്നെ ഫുൾ ഞെട്ടലാണ്. എല്ലാവരും ഞെട്ടലാണ് അവർക്ക്. ഇത് ഇങ്ങനെയാണല്ലോ. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ പെട്ടെന്ന് അസദ് ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുക. അസദിന്റെ കഥ ഭയങ്കര രസമാണ്. അസദാണല്ലോ സാധാരണ ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, അങ്ങനെ ഈ വെസ്റ്റ് എങ്ങനെയാണ് ഇസ്ലാമിനെ മനസ്സിലാക്കി എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണം അസദാണല്ലോ. അസദ് ഇസ്ലാമിനെ കുറിച്ച് ചെയ്തതെന്താ വെച്ചാൽ കൂടുതൽ പഠിക്കുകയാണ് മുസ്ലിങ്ങളിലൂടെ, ഇസ്ലാമിലൂടെ കിതാബ് വായിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മൂപ്പര് ആ പഠനത്തിന്റെ വേളയിൽ മൂപ്പര് അഫ്ഗാനിസ്ഥാനിലൊരു സ്ഥലത്തെത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു വലിയ മന്ത്രിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ മന്ത്രിയായിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മന്ത്രി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇസ്ലാമിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞങ്ങളിങ്ങനെയായിരുന്നു, ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു, ഞങ്ങൾക്ക് ഇതുണ്ടായിരുന്നു, ഞങ്ങൾ ഈ സ്പെയിന് മുതൽ ചൈന വരെ അങ്ങനെയാണ് അങ്ങനെ കുറേ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇയാളൊക്കെ കേട്ടിട്ട് പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ കുറേ ആളുകളുണ്ട്, പക്ഷെ നിങ്ങളെ വിശ്വാസം വളരെ ചുരുങ്ങിയ വിശ്വാസമാണ്. അപ്പോൾ ഇയാളാകെ അന്തം വിട്ട്. കാരണം എന്താ ലിയോപോൾഡ് വൈസ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരാൾ ജൂതന് വന്നിട്ട് നമ്മൾ ഇതിനെങ്ങനെ കൊച്ചാക്കി പറയാം. എന്നിട്ട് ഇയാളുണ്ട് പറയാൻ തുടങ്ങി, അതായത് നിങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട്, നിങ്ങളെ വിശ്വാസം എന്ന് പറയുന്ന ഈ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് വെറും 100 കൊല്ലം കൊണ്ട് സ്പെയിനിലേക്കും മൊറോക്കോയിലേക്കും ചൈനയിലേക്കും വരെ എത്തിയ വിശ്വാസമാണ്. ഈ വിശ്വാസം എന്ന് പറയുന്നത് എല്ലാവരെയും മുച്ചൂടും ആകെ വാർത്തെടുക്കുന്നൊരു വിശ്വാസമാണ്. ഇത്രയും ശക്തിയും ഇത്രയും പവറുള്ളൊരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടായിട്ടും നിങ്ങളെന്തുകൊണ്ടാണ് ഈ വെസ്റ്റിൻ്റെ കുഞ്ഞാടുകളായിട്ട് ഇങ്ങനെ മാറുന്നത്? നിങ്ങളെന്താണ് ഈ സെക്യുലർ ആവാൻ വേണ്ടി ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്? ആരോട് പറയണം? ഈ അഫ്ഗാനിസ്ഥാനി മുസ്ലിമിനോട് പറയണം. അപ്പോൾ അയാൾ പറയുന്നത് നിങ്ങൾ മുസ്ലിമായിട്ടാണ്. അല്ല, അതുകൊണ്ട് മുഹമ്മദ് അസദ് സഞ്ചരിച്ച ഓരോ രാജ്യങ്ങളിലും അവിടെയൊക്കെ വലിയ കീ റോള് ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. ഓരോ രാജ്യം സഞ്ചരിച്ച് അവിടെ രാജാക്കന്മാരുടെ അടുത്ത് എത്തുമ്പോഴൊക്കെ അവിടെ വലിയ റോള് ഇദ്ദേഹത്തിന് ഉണ്ടാകും. സൗദി അറേബ്യയിലൊക്കെ എന്നിട്ട് അസദിനോട് അയാൾ പറയും നിങ്ങൾ മുസ്ലിമാണ്. അപ്പൊ
ഞാൻ മുസ്ലിം അല്ല, ഞാൻ മുസ്ലിം ഒന്നല്ല. അയാൾ പറഞ്ഞു അല്ല നിങ്ങൾ മുസ്ലിമാണ്. പക്ഷെ ആ ഒരു വർത്താനം ഉണ്ടല്ലോ അത് മൂപ്പര് ആകെ സ്വാധീനിക്കുകയാണ്. മൂപ്പര് നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് മൂപ്പര് വളരെ ഗ്രാജുവലി, അതായത് ഞാൻ ഇങ്ങനെ പെട്ടെന്നൊരു പോയിന്റിലല്ല മൂപ്പര് മുസ്ലിം ആവുന്നത്, ഗ്രാജുവലി മുസ്ലിം ആണ്. മുസ്ലിം ആയതിന് പഠിക്കുന്ന ഒരു ഇതുണ്ട് പദവികളുടെ ഭയങ്കര അങ്ങനെ മുസ്ലിം ആയതിനു ശേഷമാണ് പിന്നെ മൂപ്പര് തിരിച്ചു വരാനുള്ള പൂതി. അങ്ങനെയാണ് മൂപ്പര് മക്കയിലേക്കുള്ള മൂപ്പര് ഹജ്ജ് യാത്ര. അവിടെയാണ് ആ ഹജ്ജ് യാത്ര നമ്മള് ഭയങ്കര ഫേമസ് ആണല്ലോ. മുഹമ്മദ് അസദിന്റെ റോഡ് ടു മക്ക എന്ന് പറയുന്ന പുസ്തകം ഭയങ്കര, അത് KN ആണ് മലയാളത്തിലേക്ക് കാരശ്ശേരി. അതിലത്തുള്ള കുറെ കോപ്പിയാണ് ആടുജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണ്. നമ്മള് രണ്ടും വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലായി. അതായത് മക്കയിലേക്കുള്ള പാതയിൽ ഒരു മരുഭൂമിന്റെ ഒരു സീക്വൻസ് പറയുന്നുണ്ട്. അതിൽ ഈ മരുഭൂമിന്റെ കുറെ കഷ്ടതകളൊക്കെ അതേപോലെ തന്നെയാണ് ആടുജീവിതത്തിലുള്ള എന്നുള്ളത് ഒരു പരാതി ഉണ്ട്. ചിലപ്പോ ഒരേ അനുഭവങ്ങൾ ഉണ്ടായതാണ്. ഇതിന്റെ ഒപ്പം പിന്നെ വെസ്റ്റില് പ്രത്യേകിച്ച് പറയേണ്ട മാൽക്കം എക്സിന്റെ ഒരു യാത്രയാണ്. നമ്മള് മാൽക്കം എക്സിന്റെ പേര് തന്നെ എങ്ങനെ പറയാം, എന്താ അൽ ഹാജ് ഷഹബാസ്. അപ്പോൾ മാൽക്കം എക്സ് എന്ന് വെച്ചാൽ ആ ടൈമിൽ മുസ്ലിമായി. മാൽക്കം എക്സിന്റെ ജീവിതം നമ്മൾ പഠിക്കേണ്ട ജീവിതമാണ്. അതായത് ഡ്രഗ് ഡീലറിന്ന് ഇങ്ങനെ വലിയൊരു റെവല്യൂഷനിസ്റ്റ് ആയിട്ട് മാറുകയാണ്. അപ്പം മൂപ്പര് മുസ്ലിമായി. അങ്ങനെ അവിടെ കുറെ ബ്ലാക്ക് മുസ്ലിംസിന് വേണ്ടിയൊക്കെ കുറെ മുസ്ലിം ആയിട്ടും മൂപ്പര് നാഷണൽ ഓഫ് ഇസ്ലാമിലാണ് ശേഷം വന്ന ഇന്റർവ്യൂ അതായത് ചില ആൾക്കാരെന്ന് വെച്ചാല് മാൽക്കം എക്സ് ഹജ്ജ് ചെയ്തോണ്ടാണ് കൊല്ലപ്പെട്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മൂപ്പര് മാറിയിട്ട് പുതിയ ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നുണ്ട് പുനർവിചിന്തനങ്ങളെ കുറിച്ച്, അദ്ദേഹത്തിന് പേര് വിളിക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം തുറന്നു നാഷണൽ ഓഫ് ഇസ്ലാമിന്റെ ഒരു ഐഡിയ ഇതെന്ന് വെച്ചാല് ബ്ലാക്ക് വേറെ വൈറ്റ് വേറെ അങ്ങനെ ഒരു ഇതാണ്. പക്ഷെ ഇസ്ലാം പറയുന്നത് എന്താണ്, എല്ലാവരും ഒന്നേ ഒരേ പോലെയാണ്. അതായത് അത്രയും അന്ന് അവിടെ ഉണ്ടായിരുന്ന പക്ക റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ്. അതായത് വൈറ്റ് സുപ്രീമസ് ആണ്. അപ്പൊ അതിന് നേരെ ഓപ്പോസിഷൻ ആയിട്ട് ബ്ലാക്ക് സുപ്രീമീസ് ആണ് ആര് പറയുന്നത്, നാഷണൽ ഓഫ് ഇസ്ലാം പറയുന്നത്. അപ്പോ എലീജ മുഹമ്മദ്. അപ്പോൾ എലീജ മുഹമ്മദിന്റെ ഡിസൈപ്പിൾ ആയിട്ടാണ് ആര് വരുന്നത്, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്, എന്താ ഇയാള്. അപ്പൊ ഇയാള് പറയുന്നുണ്ട്, അയാളോട് ചോദിക്കും ഹജ്ജിന് മുമ്പുള്ള ഇന്റർവ്യൂസിലൊക്കെ ഇയാള് പറയുന്നുണ്ട് എന്താ മുസ്ലിം ബ്ലാക്ക് മുസ്ലിംസ് കണ്ടിട്ട് കുറെ മാൽക്കം എക്സ് സംസാരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ബ്ലാക്ക് മുസ്ലിംസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ. വൈറ്റ്സ് ഈവിൾ ആണോ, അപ്പൊ വൈറ്റ്സ് എല്ലാരും ഈവിൾ ആണോ ചോദിക്കുമ്പോ വൈറ്റ്സ് എല്ലാരും ഈവിൾ ആണ്. അപ്പൊ എന്നാൽ ഇത് ഭയങ്കര വ്യത്യാസമാണ്. അത്രയും കാലം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രഭാഷകനായിരുന്നു. ആ പ്രഭാഷകനായിട്ടുള്ള അല്ല ഈ മാൽക്കം എക്സ് മക്കയിൽ ഈ കാഴ്ചയാണെന്ന് കൂടിയിട്ട് മാൽക്കം എക്സിന്റെ ലെറ്റർ ഉണ്ട്, ലെറ്റർ ഓഫ് ഹജ്ജ് ഉണ്ട് പറയുന്നുണ്ട്. അതായത് ഞാൻ എല്ലാവരും ഒന്നിച്ചിട്ട്, അതായത് മാൽക്കം എക്സ് പ്രത്യേകിച്ച് എടുത്തറിയുന്നത് ഞാനും 6 വെള്ളക്കാരും ചേർന്നിട്ട് ഒരൊറ്റ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച്. ഇത് മാൽക്കം എക്സിന് വല്ലാണ്ട് കൊണ്ട്, കാരണം അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പോ മാൽക്കം എക്സ് ഒന്നിച്ച് തവാഫ് ചെയ്ത സാധനങ്ങൾ പറഞ്ഞ് ഇതൊക്കെ കണ്ട് മാൽക്കം എക്സ് മനസ്സിലായി രണ്ടല്ല, എല്ലാവരും ഒന്നിച്ചുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇസ്ലാമിന്റെ കൺസെപ്റ്റ് എന്നിട്ട് ആ സമയത്ത് പിന്നെ വെറും ഹജ്ജ് മാത്രമല്ല, മൂപ്പര് നേരത്തെ പറഞ്ഞത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്രയുണ്ട്. പിന്നെ മാൽക്കം എക്സിന് ബോഡി ഗാർഡ് ഒക്കെ ഉണ്ട്. ആ കഥയിൽ പറയുന്നുണ്ട്, ആ ലെറ്റർ കത്ത് ഭയങ്കര ഫേമസ് ആണ്. അതിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, there are Muslims here of all colors and from every part of this earth. I have eaten from the same plate, drank from the same glass and slept on the same bed or rug with kings, potentates and other foremost rulers. I could look into their eyes and their eyes are blue of blues. അതായത് അവരുടെ കണ്ണുകൾ പറഞ്ഞാൽ നീല കണ്ണുകളാണ്. അവർ വെള്ളയിൽ അതായത് വെള്ളക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇതൊന്നും തീരെ അനുഭവിക്കാൻ പറ്റാത്ത, കാരണം അമേരിക്കയിൽ വില്ലനാണ് വെള്ള എന്ന് പറയുന്നത്. ഇവൻ അത്രയും കാലം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മാൽക്കം എക്സ്. അപ്പൊ ആ ഒരു ഭയങ്കര മാറ്റം ഹജ്ജിലൂടെയാണ് ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാല് സൗദി നമ്മളിപ്പോ മക്കത്ത് അല്ലെങ്കിൽ സൗദി അറേബ്യത്തെ രാജാക്കന്മാരൊക്കെ എടുത്തു നോക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക ഒരു പൊസിഷനും പവറും ഒരു പരിഗണനയും അങ്ങനെ ഉണ്ട്. ഒരു രാജാവ് വരുമ്പോഴൊക്കെ ഉള്ള ഒരു സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ. അപ്പോൾ പണ്ടത്തെ ചരിത്രം, ഇപ്പൊ അബ്ബാസി ഉമവി കാലഘട്ടങ്ങളിലൊക്കെ ഇപ്പൊ രാജാക്കന്മാര് ഹറമുമായിട്ട് മക്കയായിട്ടുള്ള ഒരു ബന്ധം നോക്കി കഴിഞ്ഞാല് നമ്മുടെ ഒരു കവിത ഫറസ്തക്കിന്റെ ജലീൽ ഫറസ്തക്കിന്റെ ആ ഒരു എക്സ്ചേഞ്ചിൽ പറയുന്നുണ്ട്. അതിലൊരു രാജാവ് ഒരു കവിത ഉണ്ട്, ഹാദല്ലദീ താരിഫ്. അത് ഒരു അതായത് അലി അള്ളാഹുവിന്റെ പേരക്കുട്ടീനെ ഒരു രാജാവ്, അബ്ബാസി രാജാവ്. ഒരു സംഭവം എങ്ങനെയാണ്, ആ രാജാവിന് കഅബയായിട്ട് അടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും ആളുകളും തിരക്കുണ്ട്.
അപ്പൊ ഈ രാജാവിന് പരിഗണന ഒന്നും കിട്ടൂല അവിടെ. മക്കാണ് കഅബ ആയതുകൊണ്ട്. അപ്പോ ഈ രാജാവ് കാണുകയാണ് ദൂരത്ത് നിന്നിട്ട് ഈ ഒരു വ്യക്തി ഇങ്ങനെ ആളുകൾ മാറിക്കൊടുക്കുകയാണ്. മനസ്സിലാക്കിയെടുത്ത രാജാക്കന്മാർക്ക് അത്ര ഒരു പദവിയോ പവറോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പരിഗണനയോ കഅബയുടെ ചുറ്റുവട്ടത്തൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്നങ്ങനെ അല്ലാന്നാ തോന്നുന്നത്. പൊതുവെ കാണുന്നത് ഹൈ സെക്യൂരിറ്റി. ഇപ്പൊ ഇമാമാര് പോലും ഹൈ സെക്യൂരിറ്റിയിലാണ് നടക്കുന്നതും പോകുന്നതും, ആളുകളൊക്കെ മാറ്റി നിർത്തി. അങ്ങനെ ഒരു സാധനം എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്ത്. ഇന്ത്യ രാജ്ഞി ഹജ്ജിന് വേണ്ടി കഥ പറഞ്ഞപ്പോ നവാബ് സിക്കന്ദർ ഭോപ്പാലത്തെ രാജ്ഞി ഹജ്ജിനുണ്ട്. ഭോപ്പാലത്തെ രാജ്ഞി എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ ബ്രിട്ടീഷ് റൂളാണ്. 1860-കളിലാണ് പോകുന്നത്. അപ്പോൾ ഒരു 10 ലക്ഷത്തോളം ആൾക്കാരെ ഭരിക്കുന്ന രാജ്ഞിയാണ്. അപ്പോൾ ബ്രിട്ടീഷിന് അധീനതയിലാണ്. കുറേ സ്വത്തുകളുണ്ട്. രാജ്ഞി ഹജ്ജിനാകുമ്പോൾ ബ്രിട്ടീഷുകാരെ സമ്മതിക്കുകയാണ്. രാജ്ഞി തീരുമാനിച്ച് കുറേ സ്വത്തുകളായിട്ട് എന്ത് ചെയ്യുക, പോവുക, അവിടെയുള്ള പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കുക, അങ്ങനെ കൂലി നേടാം. പക്ഷെ കപ്പൽ കയറുന്ന മൊമെന്റിൽ മുതൽ രാജ്ഞി പറ്റിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ആദ്യം കുറേ ടാക്സ്, അതായത് നിങ്ങൾ കൊണ്ടുവന്ന എല്ലാ സാധനത്തിനും ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞ് കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് ബദവികൾ കുറേ എന്ത് ചെയ്തു, അടിച്ചു മാറ്റിക്കൊണ്ടേ സാധനങ്ങൾ. പിന്നെ കപ്പൽ ആടിയാടിയിട്ടാണല്ലോ പോവുക. അപ്പോൾ കുറേ രത്നങ്ങൾ സൂക്ഷിച്ച പെട്ടി മുകളിൽ നിന്ന് താഴത്ത് കൊണ്ട് പൊട്ടിയിട്ട് എന്ത് ചെയ്ത് കപ്പൽ ചെതറി. ആൾക്കാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്ത്, പണിക്കാരൊക്കെ എന്ത് ചെയ്ത് അടുത്ത് മാറ്റി. അങ്ങനെ അവസാനം മക്കയിലേക്ക് എത്തിയപ്പം കൂടുതലുള്ള ഒന്നുമില്ല. എത്രയോ 50 ഒട്ടകം കൊണ്ടൊക്കെ പോയിട്ട്, പക്ഷെ മരുഭൂമിയിൽ വെച്ചിട്ട് എല്ലാ ഒട്ടകങ്ങളും ചത്തിട്ടൊക്കെ സാധനം രാജ്ഞി വെറും സാധാരണക്കാരിയായിട്ടാണ് ഹജ്ജിന് അവസാനം. 2 സന്ദേശമുണ്ട്. അതാണ്. അപ്പം ഒന്നുമില്ലാതെയാണ് നമ്മള് ഹജ്ജിലേക്ക് എത്തി നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അപ്പൊ മൊത്തത്തില് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കഷ്ടപ്പെട്ടു പോയാലും അല്ലാണ്ട് പോയാലൊക്കെ തന്നെ ഹജ്ജ് കഴിയുന്നതോട് ഇപ്പൊ ഈ ഹജ്ജിനെ എക്സ്പോസ്, ഇപ്പോഴത്തെ ഒരു ഹജ്ജ് ഇൻഡസ്ട്രി എന്ന് പറയും. ഇപ്പൊ ഉംറ ഹജ്ജ് ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് ലോബി ആയിട്ട് മാറുന്ന, പൈസ ഉണ്ടാക്കുന്നൊക്കെ പറയും, $1 ബില്യൺ ഇൻഡസ്ട്രി ആയിട്ട് മാറുന്നു. അതിനൊക്കെ പൊളിച്ചെഴുതുന്ന രീതിയിൽ ചെറുപ്പക്കാര് എന്താ പറയാ, ഈ ഉംറ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പോവാം, ഇതിന്റെ ഒന്നും തടസ്സങ്ങളില്ലാതെ ഹജ്ജ് ചെയ്യുന്ന ഉംറ ചെയ്യുന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ ഒരുപാട് പോഡ്കാസ്റ്റുകളൊക്കെ കേൾക്കാം. എങ്ങനെയാണ് ഉംറ ഈ ഒരു തടസ്സങ്ങളൊന്നും ഇല്ലാതെ, ആ സംഭവമല്ല, പക്ഷെങ്കില് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഉംറകളൊക്കെ ആലോചിക്കുന്നുണ്ട് ആൾക്കാർ ഇപ്പോൾ, ഈ ഒരു ലോബിയെ പൊളിക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഒരു കൺക്ലൂഷനായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പം നമ്മൾ ഫസ്റ്റ് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഹജ്ജിന് എന്താ ഇത്ര പ്രത്യേകത എന്നുള്ളത്. ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് നബിന്റെ ഒരു ഹദീസ് ഉണ്ട്. ഒരാൾ ഹജ്ജ് ചെയ്ത് കഴിയുന്നതോട് കൂടിയിട്ട് ഒരു ഉമ്മ അയാൾ എങ്ങനെയാണ് പ്രസവിച്ചത് ആ ഒരു കോലത്തിലേക്ക് അയാൾ പോകുന്നുള്ളത്. അതുപോലെ തന്നെ റസൂലിന്റെ വേറൊരു ഹദീസ് ഉണ്ട്, ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ അവന് ഫിത്രയിലാണ് ജനിക്കുന്നത്. ഫിത്ര, അതായത് ഫിത്ര എന്ന് പറഞ്ഞാൽ അള്ളാഹനെ മനസ്സിലാക്കുന്ന ട്രൂ ഫിത്രയിലാണ് ജനിക്കുന്നത്. അപ്പം ശരിക്കും ഹജ്ജിൽ സംഭവിക്കുന്നത്, ഹജ്ജ് എത്തുന്നതോട് കൂടിയിട്ട് അവൻ ആ ഫിത്ര മനസ്സിലാക്കുകയാണ്. അതായത് എൻ്റെ ഫിത്ര അത് അള്ളാഹിലേക്ക് കണക്ട് ആയിട്ടുള്ള ഫിത്രയാണ്, അത് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ട്രൂ ഫിത്ര ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒന്ന് തിരിച്ചത്. ഏത് കോലത്തിൽ? ഉമ്മ ജനിച്ചപ്പോഴുള്ള ഫിത്രൻ്റെ കോലത്തിൽ. അതോട് വൺ ചേഞ്ച് ആണ്ടത്. അതായത് ഇതുവരെ കണ്ട ലോക കാഴ്ചകളല്ല, കൺസെപ്റ്റുകളല്ല, ഒന്നുമല്ല. എൻ്റെ ഒരു കറ കളഞ്ഞ ഫിത്ര ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അള്ളാഹിനെ അനുഭവിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് പല ഹാജിമാർക്കും പല മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ഹദീസൊക്കെ കണക്ട് ചെയ്യുമ്പോൾ. ഞങ്ങൾക്കും പോകണ്ടേ? നമുക്കൊരു ദിവസം വെച്ചിട്ട് ഈ ദിവസം നമ്മൾ മുമ്പ് പോകും. ഓക്കെ, നമ്മള് പോയിരിക്കും. ശരി, എന്നാ അവസാനിപ്പിക്കാം.